നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കുന്നത് കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് PSC കഴിഞ്ഞ വർഷത്തിൽ ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസും അതേപോലെ തന്നെ ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുമാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: താഴെ പറയുന്ന രാസനാമങ്ങൾ ശരിയായ ചേരുംപടി ചേർത്ത് ശരിയുത്തരം കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. ഒരു ഭാഗത്തുള്ളത് നീറ്റുകക്കയുണ്ട്, കുമ്മായമുണ്ട്, ചുണ്ണാമ്പ് കല്ലുണ്ട്, അലക്കുകാരം, അപ്പക്കാരം. അപ്പം അതിൻ്റെ രാസനാമങ്ങൾ ഏതാണെന്നുള്ളത് മറുവശത്ത് നിന്ന് കണ്ടുപിടിക്കാം. ഏതാ വരെ? ഒന്നാമത്തത് നീറ്റുകക്ക ഏതാ? കാൽസ്യം ഓക്സൈഡ് തന്നെ അല്ലേ? കാൽസ്യം ഓക്സൈഡ് തന്നെയാണ് ഒന്നാമത്തെ വരുന്നത് അല്ലേ? എന്താണ് A1 തന്നെയാണ് വരിക. പിന്നെ രണ്ടാമത്തത് B. കുമ്മായം ഏതായിരിക്കും? കുമ്മായം കാൽസ്യം ഹൈഡ്രോക്സൈഡ് അല്ലെ? കാൽസ്യം ഹൈഡ്രോക്സൈഡാണ് ഇത് കുമ്മായം. ഇനി ചുണ്ണാമ്പ് കല്ല് ഏതാണ്? കാൽസ്യം കാർബണേറ്റിനെയാണ് അല്ലേ? ചുണ്ണാമ്പ് കല്ല് എന്താ? കാൽസ്യം കാർബണേറ്റ് ആണ്. അലക്കുകാരാണെങ്കിൽ ഏതാ വരുന്നത്? അലക്കുകാരമാണെങ്കിൽ സോഡിയം കാർബണേറ്റും അല്ലെ? സോഡിയം കാർബണേറ്റ് ആണ് അലക്കുകാരം. അപ്പക്കാരമാണെങ്കിൽ അത് സോഡിയം ബൈകാർബണേറ്റും വരും അല്ലേ? സോഡിയം ബൈകാർബണേറ്റും വരും. അപ്പോൾ ഒന്നെന്താ? നീറ്റുകക്ക CA1 തന്നെയാണ് വരുന്നത്. A1 വരുന്നത് ഇതുണ്ടല്ലേ, രണ്ടെണ്ണം ഉണ്ട് A1 വരുന്നത്. 2 കുമ്മായം എന്താ? കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആണ്. അപ്പം B3 ആണ് വരേണ്ടത് അല്ലേ? അപ്പോൾ അങ്ങനെ ഓപ്ഷൻ ഏതേ ഉള്ളൂ? D മാത്രമേ ഉള്ളൂ അല്ലേ? അപ്പോൾ പഠിച്ചു വെക്കുക. നീറ്റുകക്ക എന്താ? കാൽസ്യം ഓക്സൈഡ് ആണ്. നീറ്റുകക്ക കാൽസ്യം ഓക്സൈഡ് ആണ്. കുമ്മായം കാൽസ്യം ഹൈഡ്രോക്സൈഡ്. കുമ്മായം എന്താ? കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആണ്. ചുണ്ണാമ്പ് കല്ലാണെങ്കിലും അത് കാൽസ്യം കാർബണേറ്റ്. ചുണ്ണാമ്പ് കല്ലെന്താ? കാൽസ്യം കാർബണേറ്റ് ആണ്. അതുപോലെ അലക്കുകാരം സോഡിയം കാർബണേറ്റും. അപ്പക്കാരമാണെങ്കിൽ അത് സോഡിയം ബൈകാർബണേറ്റുമാണ്. അപ്പക്കാരം എന്താ? സോഡിയം ബൈകാർബണേറ്റ്. ഇനി രണ്ടാമത്തെ ചോദ്യം: ചുവടെ പറയുന്നതിൽ നിന്ന് ഏതാണ് ഓർഗാനിക് ആസിഡുകളിൽ ഉൾപ്പെടാത്തത്? തന്നിരിക്കുന്നതിൽ ഏതാണ് ഓർഗാനിക് ആസിഡുകളിൽ ഉൾപ്പെടാത്തത്? സിട്രിക് ഉണ്ട്, നൈട്രിക് ഉണ്ട്, അസറ്റിക് ഉണ്ട്, ടാർട്ടാറിക് ഉണ്ട്. ഏതാ ഇതിൽ ഉൾപ്പെടാത്തത്? നൈട്രിക് ആസിഡ് ആണ് കേട്ടോ. നൈട്രിക് ആസിഡാണ് ഓർഗാനിക് ആസിഡിൽ ഉൾപ്പെടാത്തത്. അപ്പോൾ ഓർഗാനിക് ആസിഡിന് ഉദാഹരണമാണ് ഏതൊക്കെ? സിട്രിക് ആസിഡ്, അസറ്റിക് ആസിഡും ടാർട്ടാറിക് ആസിഡും. മൂന്നാമത്തെ ചോദ്യം: ഒരു പദാർത്ഥത്തിൻ്റെ ഏറ്റവും ചെറിയ കണികയായിട്ടുള്ള ആറ്റത്തെക്കുറിച്ച് നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ്. ശരിയായതാണ് വേണ്ടത്. 1. ആറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ഇലക്ട്രോണുകളുടെയും എണ്ണം തുല്യമായിരിക്കും. ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ഇലക്ട്രോണുകളുടെയും എണ്ണം തുല്യമായിരിക്കും. 2. ആറ്റത്തിന്റെ ഭാരം കൂടിയ കണം ന്യൂട്രോണും ഭാരം കുറഞ്ഞ കണം ഇലക്ട്രോണുമാകുന്നു. 3. ഏറ്റവും ചെറിയ ആറ്റം ഹീലിയവും ഏറ്റവും വലിയ ആറ്റം ഫ്രാൻസിയവുമാണ്. 4. ഒരു ആറ്റത്തിലെ ഭാരം അളക്കുന്ന യൂണിറ്റാണ് അറ്റോമിക് മാസ് യൂണിറ്റ്. അപ്പോൾ ഈ 4 പ്രസ്താവനകളിൽ നിന്ന് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്താം. ഏതൊക്കെയായിരിക്കും ശരിയായ പ്രസ്താവനകൾ? 1. ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ഇലക്ട്രോണുകളുടെയും എണ്ണം എന്താണ്? തുല്യമാണ്. ശരിയാണ്. 2. ഒരാറ്റത്തിൻ്റെ ഭാരം കൂടിയ കണമാണ് ഇത് ന്യൂട്രോൺ. ഭാരം കുറഞ്ഞ കണമാണ് ഇത് ഇലക്ട്രോൺ. ശരിയാണ്. 2. ഏറ്റവും ചെറിയ ആറ്റം ഹീലിയവും വലിയ ആറ്റം ഫ്രാൻസിയവുമാണ്. ശരിയാണ്. 4. ഒരാറ്റത്തിലെ ഭാരം അളക്കുന്ന യൂണിറ്റാണ് അറ്റോമിക മാസ് യൂണിറ്റ്. അതും എന്താണ്? ശരിയായ പ്രസ്താവനകൾ തന്നെയാണ്. അപ്പം 4 പ്രസ്താവനകൾ എന്താ? ശരി ആണ്. ഓപ്ഷൻ C ആ വരുന്നത് കേട്ടോ. ഇനി നാലാമത്തെ ചോദ്യം: ആറ്റവുമായി ബന്ധപ്പെട്ടിട്ട് ചുവടെ പറയുന്ന മാതൃകകൾ അവതരിപ്പിച്ച ശാസ്ത്രജ്ഞരുടെ പേരുകൾ ശരിയായ രീതിയിൽ ചേരുംപടി ചേർക്കുക. സൗരയൂഥ മാതൃകയുണ്ട്, പ്ലം പുഡിംഗ് ഉണ്ട്, വേവ് മെക്കാനിക് ഉണ്ട്, അനിശ്ചിതത്വ സിദ്ധാന്തമുണ്ട്. ഇതാരൊക്കെയാണ്? ഈ സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട ശാസ്ത്രജ്ഞർ ആരൊക്കെയാണെന്നുള്ളത് കണ്ടുപിടിക്കാം. ഒന്നെന്താ? സൗരയൂഥ മാതൃക. ആരാ സൗരയൂഥ മാതൃക കണ്ടുപിടിച്ചത്? റൂദർഫോർഡ് ആണ് അല്ലേ? റൂദർഫോർഡ് ആണ് ഏത് കണ്ടുപിടിച്ചത്? സൗരയൂഥ മാതൃക കണ്ടുപിടിച്ചത്. രണ്ടാമത്തെ പ്ലം പുഡിംഗ് മാതൃക ആരായിരുന്നു? പ്ലം പുഡിംഗ് അത് J.J. തോംസൺ ആണ് അല്ലേ? J.J. തോംസൺ ആണ് ഇത് പ്ലം പുഡിംഗ്. ഇനി വേവ് മെക്കാനിക് വേവ് മെക്കാനിക് ഇർവിൻ ഷ്രോഡിംഗർ ആണ് അല്ലേ? വേവ് മെക്കാനിക് ആരാ? ഇർവിൻ ഷ്രോഡിംഗർ ആണ്. അനിശ്ചിതത്വ സിദ്ധാന്തം ആരാ? ഹെയ്സൻബർഗുമാണ്. അപ്പോൾ സൗരയൂഥ മാതൃക ആരാ? റൂദർഫോർഡ് ആണ്. പ്ലം പുഡിംഗ് ആണെങ്കിൽ ആരാ? J.J. തോംസൺ. വേവ് മെക്കാനിക് ആണെങ്കിൽ ഇർവിൻ ഷോൾഡർ ആണ്. അതുപോലെ ഷ്രോഡിംഗർ ആണ്. അനിശ്ചിതത്വ സിദ്ധാന്തമാണെങ്കിൽ ആരാ? ഹെയ്സൻബർഗുമാണ്. ഇതിൻ്റെ ആൻസർ ഏതാ വരിക? ഓപ്ഷൻ D അല്ലേ വരിക അല്ലേ? 2, 1, 4, 3 ആയിട്ട് വരുന്നത്.
ഇനി അഞ്ചാമത്തെ ചോദ്യം, ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായ പ്രസ്താവന കണ്ടെത്താൻ കേട്ടോ. ശരിയായ പ്രസ്താവന ഏതാണെന്ന് കണ്ടുപിടിക്കാം. 1. നിറമുള്ള സംയുക്തങ്ങൾ ഉണ്ടാക്കുന്ന മൂലകങ്ങളാണ് സംക്രമണ മൂലകങ്ങൾ. 2. എല്ലാ സംക്രമണ മൂലകങ്ങളും ലോഹങ്ങളാണ്. 3. മൂലകങ്ങൾക്ക് പേരും അംഗീകാരവും നൽകുന്ന അന്തർദേശീയ സ്ഥാപനമായ IUPACയുടെ ആസ്ഥാനം സ്വിറ്റ്സർലാൻഡിലെ സൂറിച്ചിലാണ്. അപ്പോൾ ഈ 3 പ്രസ്താവനയിൽ നിന്ന് ശരിയായ പ്രസ്താവനകൾ കണ്ടുപിടിക്കാം. 1. നിറമുള്ള സംയുക്തങ്ങൾ ഉണ്ടാക്കുന്ന മൂലകങ്ങളാണ് സംക്രമണ മൂലകങ്ങൾ. എല്ലാ സംക്രമണ മൂലകങ്ങളും എന്താണ്? ലോഹങ്ങളാണ്. മൂലകങ്ങൾക്ക് പേരും അംഗീകാരവും നൽകുന്ന അന്തർദേശീയ സ്ഥാപനമായ IUPACയുടെ ആസ്ഥാനം സ്വിറ്റ്സർലാൻഡിലെ സൂറിച്ചിലാണ്. 3 പ്രസ്താവനകളും ശരിയാണ്. ആറാമത്തെ ചോദ്യം, ചുവടെ പറയുന്ന പ്രസ്താവനയിൽ നിന്ന് ശരിയായത് കണ്ടെത്തുക. 1. ഭൗമോപരിതലത്തിൽ ഏറ്റവും അധികമുള്ള മൂലകമാണ് ഓക്സിജൻ. 2. ഒരു ഓസോൺ തന്മാത്രയിൽ ഓക്സിജന്റെ 3 ആറ്റങ്ങൾ അടങ്ങിയിരിക്കുന്നു. 3. ഓസോൺ കവചം ഉൾക്കൊള്ളുന്ന അന്തരീക്ഷ പാളിയാണ് സ്ട്രാറ്റോസ്ഫിയർ. ഇതിൽ നിന്ന് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്താം. 1. ഭൗമോപരിതലത്തിൽ ഏറ്റവും അധികമുള്ള മൂലകമാണ് ഓക്സിജൻ. ശരിയാണ്. ഭൗമ ഉപരിതലത്തിലാണ് ഏറ്റവും കൂടുതൽ ഓക്സിജൻ. ശരിയാണ്. ഒരു ഓസോൺ തന്മാത്രയിലെ ഓക്സിജന്റെ 3 ആറ്റങ്ങൾ അടങ്ങിയിരിക്കുന്നു. 3. ഓസോൺ കവചം ഉൾക്കൊള്ളുന്ന അന്തരീക്ഷ പാളിയാണ് സ്ട്രാറ്റോസ്ഫിയർ. 3 പ്രസ്താവനകളും ശരിയായ പ്രസ്താവനകളാണ്. ഇനി ഏഴാമത്തെ ചോദ്യം, ചുവടെ പറയുന്നതിൽ ശരിയായത് ഏതൊക്കെയാണെന്ന് കണ്ടെത്താം. പ്രോട്ടോണിന്റെ മാസ് 1.672 × 10⁻⁻27. ഇലക്ട്രോണിന്റെ മാസ് 9.109 × 10⁻31. ന്യൂട്രോണിന്റെ മാസ് 1.6749 × 10⁻27. ഇതിൽ ശരിയായത് ജോഡി ഏതൊക്കെയാണെന്ന് കണ്ടെത്താം. ഏതൊക്കെയാ ശരി? ഇത് 3 എന്താണ്? ശരിയായ ജോഡികൾ തന്നെ കേട്ടോ. ഇനി എട്ടാമത്തെ ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ വാതക തന്മാത്രകൾക്ക് അനുയോജ്യമായത് തിരഞ്ഞെടുക്കുക. വാതക തന്മാത്രകൾക്ക് അനുയോജ്യമായത്. 1. വാതക തന്മാത്രകൾ തമ്മിലുള്ള അകലം കുറവാണ്. വാതകത്തിൽ തന്മാത്രകൾ തമ്മിലുള്ള അകലം കുറവാണ്. 2. വാതകത്തിന്റെ വ്യാപ്തം അത് സ്ഥിതി ചെയ്യുന്ന പാത്രത്തിന്റെ വ്യാപ്തത്തെ ആശ്രയിച്ചിരിക്കുന്നു. 3. വാതക തന്മാത്രകളുടെ ഊർജം വളരെ കൂടുതലായിരിക്കും. 4. വാതക തന്മാത്രകളുടെ ആകർഷണ ബലം വളരെ കൂടുതലാണ്. അപ്പം ഇതിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? വാതക തന്മാത്രയുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായ പ്രസ്താവനകൾ. 1. തന്മാത്രകൾ തമ്മിലുള്ള അകലം കുറവാണ്. ശരിയാണോ? തെറ്റാണ് അല്ലേ? ഏതിലായിരിക്കും ഏറ്റവും കുറവ്? ഖരത്തിലാണ് തന്മാത്രകൾ തമ്മിലുള്ള അകലം കുറവെന്ന് പറയാൻ പറ്റുന്ന ഏതിലാ? ഖരത്തിലാണ്. അപ്പോൾ ഒന്നാമത്തെ പ്രസ്താവന തെറ്റാണ്. 2. വാതകത്തിന്റെ വ്യാപ്തം അത് സ്ഥിതി ചെയ്യുന്ന പാത്രത്തിന്റെ വ്യാപ്തത്തെ ആശ്രയിച്ചിരിക്കുന്നു. ശരിയാണ്. 3. വാതക തന്മാത്രകളുടെ ഊർജം വളരെ കൂടുതലായിരിക്കും. വളരെ കൂടുതലായിരിക്കും. ശരിയാണ്. 4. വാതക തന്മാത്രകളുടെ ആകർഷണ ബലം വളരെ കൂടുതലാണോ? തെറ്റാണ്. അതും ഏതിലായിരിക്കും? ഖരത്തിൽ തന്നെയാണ്. അപ്പോൾ ശരിയായത് ഏതൊക്കെയുള്ളൂ? 2ഉം 3ഉം മാത്രമേ എന്തുള്ളൂ? ശരിയായതുള്ളൂ. ഓപ്ഷൻ ഡി ആണ് ഇതിൻ്റെ ആൻസർ. ഇനി 9ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നതിൽ നിന്ന് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. 1. ഭൂവൽക്കത്തിൽ അപൂർവമായി കാണുന്ന മൂലകമാണ് അസ്റ്റാറ്റിന്. 2. ക്വിക്ക് സിൽവർ എന്നറിയപ്പെടുന്നത് പ്ലാറ്റിനമാണ്. 3. ദ്രവണാങ്കം കൂടുതലുള്ള മൂലകമാണ് ടങ്സ്റ്റൺ. 4. ദ്രാവക രൂപത്തിലുള്ള അലോഹമാണ് ബ്രോമിൻ. ഇതിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്താം. ഏതാ? 1. ഭൂവൽക്കത്തിൽ അപൂർവമായി കാണുന്ന മൂലകമാണ് അസ്റ്റാറ്റിൻ. ശരിയാണ്. ക്വിക്ക് സിൽവർ എന്നറിയപ്പെടുന്ന പ്ലാറ്റിനമാണ്. തെറ്റാണ്. മെർക്കുറിയാണ്. ദ്രവണാങ്കം കൂടുതലുള്ള മൂലകം ടങ്സ്റ്റൺ. ശരിയാണ്. 4. ദ്രാവക രൂപത്തിലുള്ള അലോഹമാണ് ബ്രോമിൻ. അതും എന്താണ്? ശരിയായ പ്രസ്താവനകൾ തന്നെയാണ്. അപ്പോൾ ഏതൊക്കെയാണ് ശരി? 1, 3, 4 എന്ത്? ശരിയായ പ്രസ്താവനകൾ. 10. താഴെ തന്നിരിക്കുന്നവയെ ശരിയായ രീതിയിൽ ക്രമപ്പെടുത്തുക. അതായത് നിയമങ്ങളും അത് കണ്ടുപിടിച്ചത് വരാം. ത്രികങ്ങൾ, അഷ്ടക നിയമം, അറ്റോമിക വ്യാപ്ത കർവ്, പീരിയോഡിക് നിയമം. ഇതുമായി ബന്ധപ്പെട്ട് ശാസ്ത്രജ്ഞന്മാർ ആരൊക്കെയാണെന്നുള്ളത് കണ്ടുപിടിക്കാം. ത്രികങ്ങൾ കണ്ടുപിടിച്ചതാരാ? ത്രികങ്ങൾ കണ്ടുപിടിച്ചത് ഡൊബറൈനറാണ് അല്ലെ. ഡൊബറൈനറാണ് ഇത് ത്രികങ്ങൾ കണ്ടുപിടിക്കുന്നത്. അഷ്ടക നിയമം ആരാ? ന്യൂലാൻഡ് ആണല്ലേ. ന്യൂലാൻഡ് ആണ് അഷ്ടക നിയമം. ഇനി അറ്റോമിക വ്യാപ്ത കർവ് ആരാ? അറ്റോമിക വ്യാപ്ത കർവ്
ലോത്തർ മേയർ അല്ലേ, ലോത്തർ മേയർ ആണ് ഇത് അറ്റോമിക വ്യാപ്ത കർവ്. ഇനി പീരിയോഡിക് നിയമം ആരാ? പീരിയോഡിക് നിയമം അത് മെന്റലീവ് ആണ് അല്ലേ, മെന്റലീവ് ആണ് പീരിയോഡിക് നിയമം. അപ്പം ത്രികങ്ങൾ ആരാ? ഡൊബറൈനർ ആണ്. അഷ്ടക നിയമം ന്യൂലാൻഡ്. അറ്റോമിക വ്യാപ്ത കർവ് ലോത്തർ മേയർ ആണ്. പീരിയോഡിക് നിയമം ആരാ? മെന്റലീവുമാണ്. ഇനി 11ാമത്തെ ചോദ്യം, തന്നിരിക്കുന്നവയിൽ നിന്ന് ശരിയായ ജോഡി അല്ലെങ്കിൽ ജോഡികൾ കണ്ടെത്തുക. 1 സർ ഹംഫ്രി ഡേവി പദാർത്ഥങ്ങളിലെ വൈദ്യുത ചാർജിന്റെ സാന്നിധ്യം. 2 ഫാരഡെ വൈദ്യുതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നു. 3 റൂദർഫോർഡ് ഗോൾഡ് ഫോയിൽ പരീക്ഷണം. ഇതിലെ ശരിയായ ജോഡികൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്താം. ഏതൊക്കെയാ ശരിയായ? 1 സർ ഹംഫ്രി ഡേവി പദാർത്ഥങ്ങളിലെ വൈദ്യുത ചാർജിന്റെ സാന്നിധ്യം ശരിയാണ്. 2 ഫാരഡെ വൈദ്യുതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നുണ്ട്. റൂദർഫോർഡ് ഗോൾഡ് ഫോയിൽ പരീക്ഷണവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ 3 പ്രസ്താവനകൾ എന്താ? ശരിയായ പ്രസ്താവനകൾ തന്നെയാണ്. ഇനി 12ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നതിൽ നിന്ന് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. തെറ്റായ പ്രസ്താവനയാണ് 1 ഒരു അറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള മൂലകങ്ങളാണ് ഐസോടോപ്പുകൾ എന്ന് പറയുന്നത്. 2 ഒരേ മാസ് നമ്പറും വ്യത്യസ്ത അറ്റോമിക നമ്പറുമുള്ള ആറ്റങ്ങളാണ് ഐസോബാറുകൾ. 3 വ്യത്യസ്ത ഇനം ന്യൂട്രോണുകൾ അടങ്ങിയ ആറ്റങ്ങളാണ് ഐസോടോണുകൾ. ഇതിൽ തെറ്റായ പ്രസ്താവന ഏതെയാന്ന് കണ്ടെത്താം. 1 ഒരേ അറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുള്ള മൂലകങ്ങളാണ് ഐസോടോപ്പുകൾ. ശരിയാണ്. ഇനി ഒരേ മാസ് നമ്പറും വ്യത്യസ്ത അറ്റോമിക നമ്പറുമുള്ള ആറ്റങ്ങളാണ് ഐസോബാറുകൾ. അതും ശരിയാണ്. വ്യത്യസ്ത ഇനം ന്യൂട്രോണുകൾ അടങ്ങിയ ആറ്റങ്ങളാണ് ഐസോടോണുകൾ. ആണോ? തെറ്റാണ്. ഒരേ ഇനം ന്യൂട്രോണുകൾ അടങ്ങിയ ആറ്റങ്ങളാണ് ഐസോടോണുകൾ എന്ന് പറയുന്നത്. തെറ്റേതാ? 3 മാത്രമാണ്. ഇനി 13, താഴെ തന്നിരിക്കുന്നതിൽ നിന്ന് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. തെറ്റാണ് വേണ്ടത്. 1 ഒരു പീരിയഡിൽ ഇടതുനിന്ന് വലത്തോട്ട് പോകുമ്പോൾ ലോഹ സ്വഭാവം കുറയുന്നു. 2 പീരിയഡിൽ ഇടതുനിന്ന് വലത്തോട്ട് പോകുമ്പോൾ അലോഹ സ്വഭാവം കൂടുകയും ചെയ്യുന്നു. 3 ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുമ്പോൾ അലോഹ സ്വഭാവം കൂടുന്നു. 4 ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുമ്പോൾ ലോഹ സ്വഭാവം കൂടുന്നു. ഇതിൽ തെറ്റായ പ്രസ്താവന ഏതാ? 1 പീരിയഡിൽ ഇടതു നിന്ന് വലത്തോട്ട് പോകുമ്പോൾ ലോഹ സ്വഭാവം കുറയുന്നു. ഇടതു നിന്ന് വലത്തോട്ട് പോകുമ്പോൾ ലോഹ സ്വഭാവം കുറയുന്നു. ശരിയാണ്. 2 പീരിയഡിൽ ഇടതു നിന്ന് വലത്തോട്ട് പോകുമ്പോൾ അലോഹ സ്വഭാവം കൂടുകയും ചെയ്യുന്നു. ശരിയാണ്. പീരിയഡിൽ ഇടതു നിന്ന് വലത്തോട്ട് പോകുമ്പോൾ അലോഹ സ്വഭാവം കൂടുകയാണ് ചെയ്യുന്നത്. 3 ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുമ്പോൾ അലോഹ സ്വഭാവം കൂടുന്നു. ശരിയാണ്. ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുമ്പോൾ അലോഹ സ്വഭാവം കൂടുന്നു. ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുമ്പോൾ ലോഹ സ്വഭാവം കൂടുന്നു എന്നുള്ളത് തെറ്റാണ്. അപ്പോൾ ഏത് മാത്രമേ തെറ്റുള്ളൂ? 4 മാത്രമാണ് തെറ്റായ പ്രസ്താവന. ഇനി 14ാമത്തെ ചോദ്യം, റൂദർഫോർഡിന്റെ ആറ്റം മാതൃകയുടെ ന്യൂനതകൾ പരിഹരിച്ചുകൊണ്ട് ആറ്റത്തിന്റെ ബോർ മോഡൽ തയ്യാറാക്കിയത് ആരാണ്? ആരാ ബോർ മോഡല്? നീൽസ് ബോർ ആണ് അല്ലെ, നീൽസ് ബോർ. 15 1886 ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങളിലൂടെ പദാർത്ഥങ്ങളിൽ പോസിറ്റീവ് ചാർജുള്ള കണങ്ങളുടെ സാന്നിധ്യം പ്രവചിച്ച ശാസ്ത്രജ്ഞൻ ആരാ? ഗോൾഡ് സ്റ്റെയിൻ ആണ് അല്ലെ. ഓപ്ഷൻ എ ഗോൾഡ് സ്റ്റെയിൻ. 16 ഇലക്ട്രോണിന്റെ മാസും ഇലക്ട്രിക്കൽ ചാർജും തമ്മിലുള്ള അനുപാതം കണ്ടെത്തിയത് ആരാണ്? ഇലക്ട്രോണിന്റെ മാസും ഇലക്ട്രിക്കൽ ചാർജും തമ്മിലുള്ള അനുപാതം കണ്ടെത്തിയത് ആരാണ്? ആരാ? ജെ തോംസൺ ആണ്. ഓപ്ഷൻ ബി ജെ തോംസൺ. 17 ഇലക്ട്രോൺ എന്ന വാക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ച വ്യക്തി ആരാണ്? ഇലക്ട്രോൺ എന്ന വാക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ച വ്യക്തി ആരാണ്? ആരാ? ജോർജ് ജോൺ സ്റ്റോൺസ്റ്റോയി ആണ് കേട്ടോ. ജോർജ് ജോൺ സ്റ്റോൺസ്റ്റോയി. 18 ഒരാറ്റത്തിന്റെ ഐഡന്റിറ്റി കാർഡ്, ഫിംഗർ പ്രിന്റ് എന്നെല്ലാം അറിയപ്പെടുന്നത് എന്താണ്? ഒരാറ്റത്തിന്റെ ഐഡന്റിറ്റി കാർഡ്, ഫിംഗർ പ്രിന്റ് എന്നൊക്കെ അറിയപ്പെടുന്നത് എന്താ? പ്രോട്ടോൺ ആണ്. ഓപ്ഷൻ ബി പ്രോട്ടോൺ. 19 പോസിട്രോണിന്റെ സാന്നിധ്യം ഉപയോഗപ്പെടുത്തി പോസിട്രോൺ എമിഷൻ ടോമോഗ്രഫി ടെക്നിക്കിൽ ഉപയോഗിക്കുന്ന ഐസോടോപ്പ് ഏതാണ്? പോസിട്രോണിന്റെ സാന്നിധ്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പോസിട്രോൺ എമിഷൻ ടോമോഗ്രഫി ടെക്നിക്കിൽ ഉപയോഗിക്കുന്ന ഐസോടോപ്പ് ഏതാണ്? ഏതാ? കാർബൺ 11 ആണ്. ഓപ്ഷൻ എ കാർബൺ 11. 20 1897 ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങളിലൂടെ നെഗറ്റീവ് ചാർജുള്ള കണങ്ങളുണ്ടെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? 1897 ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങളിലൂടെ നെഗറ്റീവ് ചാർജുള്ള കണങ്ങളുണ്ടെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്?
ആരാ? ജെ തോംസൺ ആണ്. ഓപ്ഷൻ ഡി ജെ തോംസൺ. 21 ഇലക്ട്രോണിന്റെ അതേ മാസ് ഉള്ളതും എന്നാൽ ഇലക്ട്രോണിന്റെ വിപരീത ചാർജ് ഉള്ളതുമായ കണങ്ങളാണ് ഡാഷ്. ഇലക്ട്രോണിന്റെ അതേ മാസ് ഉള്ളതും എന്നാൽ ഇലക്ട്രോണിന്റെ വിപരീത ചാർജ് ഉള്ളതുമായ കണങ്ങൾ ഏതാ? പോസിട്രോൺ ആണ്. ഓപ്ഷൻ ബി പോസിട്രോണ്. 22 ഒരു വസ്തുവിന്റെ അവസ്ഥക്കോ രൂപത്തിനോ സംഭവിക്കുന്ന മാറ്റം അറിയപ്പെടുന്നത് എന്താണ്? ഒരു വസ്തുവിന്റെ അവസ്ഥക്കോ രൂപത്തിനോ സംഭവിക്കുന്ന മാറ്റം അറിയപ്പെടുന്നത് എന്താ? ഭൗതിക മാറ്റമാണ്. ഓപ്ഷൻ ഡി ഭൗതിക മാറ്റം. ഒരു വസ്തുവിന്റെ അവസ്ഥക്കോ രൂപത്തിനോ സംഭവിക്കുന്ന മാറ്റം അറിയപ്പെടുന്നത് ഭൗതിക മാറ്റം എന്നാണ്. 23 പഴം പഴുക്കുന്നത് ഏത് മാറ്റത്തിന് ഉദാഹരണമാണ്? പഴം പഴുക്കുന്നത് ഏത് മാറ്റത്തിന് ഉദാഹരണം? ഏതിനാ? രാസമാറ്റത്തിനാണ്. ഓപ്ഷൻ എ രാസമാറ്റം. 24 ബഹുഭൂരിപക്ഷം വിളകളുടെയും കൃഷിക്ക് അനുയോജ്യമായ മണ്ണിന്റെ pH എത്രയാണ്? ബഹുഭൂരിപക്ഷം വിളകളുടെയും കൃഷിക്ക് അനുയോജ്യമായ മണ്ണിന്റെ pH എത്രയാ? pH 6.5 മുതൽ 7.2 വരെയാണ്. 25 ഓക്സിജൻ അടങ്ങിയിട്ടില്ലാത്ത ആസിഡ് ഏതാണ്? തന്നിരിക്കുന്നതിൽ ഓക്സിജൻ അടങ്ങിയിട്ടില്ലാത്ത ആസിഡ് ഏതാ? ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. 26 ആമാശയ രസത്തിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? ആമാശയ രസത്തിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാ? ഹൈഡ്രോക്ലോറിക് ആസിഡ് തന്നെയാണ് അല്ലെ? ഹൈഡ്രോക്ലോറിക് ആസിഡ് തന്നെയാണ്. 27 ആസ്പിരിന്റെ ശാസ്ത്രീയ നാമം എന്താണ്? ആസ്പിരിന്റെ ശാസ്ത്രീയ നാമം എന്താ? അസറ്റൈൽ സാലിസിക് ആസിഡ് ആണ്. ആസ്പിരിന്റെ ശാസ്ത്രീയ നാമമാണ് എന്ത്? അസറ്റൈൽ സാലിസിക് ആസിഡ്. 28 ഹീറ്റിംഗ് എലമെന്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ലോഹസങ്കരം ഏതാണ്? ഹീറ്റിംഗ് എലമെന്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ലോഹസങ്കരം ഏതാ? നിക്രോമാണ്. ഓപ്ഷൻ എ നിക്രോം. 29 ക്ലോക്കിന്റെ പെൻഡുലം നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ലോഹസങ്കരം ഏതാണ്? ക്ലോക്കിന്റെ പെൻഡുലം നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ലോഹസങ്കരം ഏതാ? ഇൻവാർ ആണ്. ഓപ്ഷൻ ബി ഇൻവാർ. 30 ബെൽമെറ്റലിൽ അടങ്ങിയിരിക്കുന്ന ലോഹങ്ങൾ ഏതാണ്? ബെൽമെറ്റലിൽ അടങ്ങിയിരിക്കുന്ന ലോഹങ്ങൾ ഏതാ? കോപ്പറും ടിന്നുമാണ്. ഓപ്ഷൻ ഡി കോപ്പറും ടിന്നും. 31 ഇരുമ്പ് കാർബണുമായിട്ട് ചേർന്നുണ്ടാകുന്ന ലോഹസങ്കരം ഏതാണ്? ഇരുമ്പ് കാർബണുമായിട്ട് ചേർന്നുണ്ടാകുന്ന ലോഹസങ്കരം ഏതാ? സ്റ്റീലാണ്. ഓപ്ഷൻ സി സ്റ്റീലാണ്. 32 ഗ്ലാസ് മുറിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം ഏതാണ്? ഗ്ലാസ് മുറിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ലോഹസങ്കരം ഏതാ? കാർബറണ്ടമാണ്. ഓപ്ഷൻ ഡി കാർബറണ്ടം. 33ാമത്തെ ചോദ്യം വാദ്യ ഉപകരണങ്ങളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ലോഹസങ്കരം ഏതാണ്? വാദ്യ ഉപകരണങ്ങളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ലോഹസങ്കരം ഏതാ? പിച്ചളയാണ്. ഓപ്ഷൻ ബി പിച്ചള. 34 മനുഷ്യൻ ആദ്യമായിട്ട് ഉപയോഗിച്ച ലോഹസങ്കരം ഏതാണ്? മനുഷ്യൻ ആദ്യമായിട്ട് ഉപയോഗിച്ച ലോഹസങ്കരം ഏതാ? ഓടാണ്. ഓപ്ഷൻ സി ഓട്. 35 ബ്രാസ് എന്ന ലോഹസങ്കരത്തിൽ അടങ്ങിയ ലോഹങ്ങൾ ഏതൊക്കെയാണ്? ബ്രാസ് എന്ന ലോഹസങ്കരത്തിൽ അടങ്ങിയ ലോഹങ്ങൾ ഏതൊക്കെയാ? കോപ്പറും സിങ്കുമാണ്. ഓപ്ഷൻ സി കോപ്പറും സിങ്കുമാണ്. 36 ഏതൊക്കെ ലോഹങ്ങളാണ് ഫ്യൂസ് വയർ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്? ഏതൊക്കെ ലോഹങ്ങളാണ് ഫ്യൂസ് വയർ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്? ഏതൊക്കെയാ? ടിന്നും ലെഡും അല്ലെ? ടിന്നും ലെഡുമാണ്. 37 മീഥെയിൻ പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ് ഇസ് ഈക്വൽ ടു മീഥെയിനും കാർബൺ ഡൈ ഓക്സൈഡും ചേർന്നാൽ എന്താകുന്നത്? ഗോബർ ഗ്യാസ് അല്ലെ? ഗോബർ ഗ്യാസിൽ അടങ്ങിയതാണ് ഇതൊക്കെ? മീഥെയിനും കാർബൺ ഡൈ ഓക്സൈഡും. 38 കോപ്പർ സൾഫേറ്റ് സോഡിയം ഹൈഡ്രോക്സൈഡ് ചേർന്നുണ്ടാകുന്ന മിശ്രിതം ഏതാണ്? കോപ്പർ സൾഫേറ്റും സോഡിയം ഹൈഡ്രോക്സൈഡും ചേർന്നുണ്ടാകുന്ന മിശ്രിതം ഏതാ? ബെനഡിക്റ്റ് ലായനിയാണ്. ഓപ്ഷൻ ഡി ബെനഡിക്റ്റ് ലായനി. 39ാമത്തെ ചോദ്യം ഉപ്പുവെള്ളത്തിൽ നിന്ന് ഉപ്പിനോടൊപ്പം ജലവും വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്നത് എന്താണ്? ഉപ്പുവെള്ളത്തിൽ നിന്ന് ഉപ്പിനോടൊപ്പം ജലവും വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയ എന്താ? സ്വേദനമാണ്. ഓപ്ഷൻ സി സ്വേദനം. 40 ഉപ്പുവെള്ളത്തിൽ നിന്ന് ഉപ്പ് വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയ എന്താണ്? ഉപ്പുവെള്ളത്തിൽ നിന്ന് ഉപ്പ് മാത്രം വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയ അത് ഏത് പേരിൽ അറിയപ്പെടുന്നത്? ബാഷ്പീകരണമാണ് അല്ലെ? ഓപ്ഷൻ എ ബാഷ്പീകരണം. എന്നാൽ ഉപ്പുവെള്ളത്തിൽ നിന്ന് ഉപ്പും അതുപോലെ വെള്ളവും വേർതിരിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്താ പറയുന്നത്? സ്വേദനം എന്നാണ്. ഉപ്പ് മാത്രമാണെങ്കിൽ നമ്മൾ ബാഷ്പീകരണം എന്ന് പറയും. 41 കുടിവെള്ളത്തിൽ അനുവദനീയമായ ക്ലോറിൻ്റെ അളവ് എത്രയാണ്? കുടിവെള്ളത്തിൽ അനുവദനീയമായ ക്ലോറിൻ്റെ അളവ്
എത്രയാ 4 ppm ആണല്ലേ, 4 ppm. ppm എന്ന് പറഞ്ഞാൽ എന്താ, പാർട്സ് പെർ മില്യൺ ആണ് കേട്ടോ, പാർട്സ് പെർ മില്യൺ. 42 ഒരു നിശ്ചിത മാസ് ലായനിയെ ദശലക്ഷം ഭാഗങ്ങളാക്കിയാൽ അതിൽ എത്ര ഭാഗമാണ് ലീനം എന്ന് സൂചിപ്പിക്കുന്ന അളവ്? ഒരു നിശ്ചിത മാസ് ലായനിയെ ദശലക്ഷം ഭാഗങ്ങളാക്കിയാൽ അതിൽ എത്ര ഭാഗമാണ് ലീനം എന്ന് സൂചിപ്പിക്കുന്ന അളവ്? എത്രയാ, പാർട്സ് പെർ മില്യൺ ആണ്. ഓപ്ഷൻ എ പാർട്സ് പെർ മില്യൺ. 43 ഒരു നിശ്ചിത താപനിലയിൽ പരമാവധി ലീനം ലയിച്ചു ചേർന്നാൽ കിട്ടുന്ന ലായനി ഏതാണ്? ഒരു നിശ്ചിത താപനിലയിൽ പരമാവധി ലീനം ലയിച്ചു ചേർന്നാൽ ആ കിട്ടുന്ന ലായനി നമ്മൾ എന്താ പറയാറ്? എന്താ പറയുക? പൂരിത ലായനിയാണ് കേട്ടോ, പൂരിത ലായനി. ഒരു നിശ്ചിത താപനിലയിൽ പരമാവധി ലീനം ലയിച്ചു ചേർന്നാൽ അതിന് നമ്മൾ എന്ത് പറയും? പൂരിത ലായനി എന്ന്. 44 ഒരു നിശ്ചിത അളവ് ലായനിയിൽ ലയിച്ചു ചേർന്നിരിക്കുന്ന ലീനത്തിൻ്റെ അളവിനെ പറയുന്നത് എന്താ? ഒരു നിശ്ചിത അളവ് ലായനിയിൽ ലയിച്ചു ചേർന്നിരിക്കുന്ന ലീനത്തിൻ്റെ അളവിനെ പറയുന്നത് എന്താ? ഗാഢതയാണ് അല്ലെ, ഓപ്ഷൻ സി ഗാഢത. 45 ലീനത്തിൻ്റെ അളവ് കുറവുള്ള ലായനിയെ പറയുന്നത് എന്താണ്? ലീനത്തിൻ്റെ അളവ് കുറവുള്ള ലായനിയെ പറയുന്ന പേര് എന്താ? അപൂരിത ലായനി എന്നാണ്. ഓപ്ഷൻ ബി അപൂരിത ലായനി. 46 ഒരു ലായനിയിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന പദാർത്ഥം ഏതാണ്? ഒരു ലായനിയിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന പദാർത്ഥം ഏതാ? ലായകമാണ്. ഓപ്ഷൻ ഡി ലായകം. 47 ഒരു ലായനിയിൽ ലയിച്ചു ചേരുന്ന പദാർത്ഥം അറിയപ്പെടുന്നത് എന്താ? ഒരു ലായനിയിൽ ലയിച്ചു ചേരുന്ന പദാർത്ഥം അറിയപ്പെടുന്നത് എന്താ? ലീനം എന്നാട്ടോ, ഓപ്ഷൻ എ ലീനം. 48 ഒരു ലായനിയിൽ ഒരു പദാർത്ഥത്തെ ലയിപ്പിക്കുന്നത് അറിയപ്പെടുന്നത് എന്താണ്? ഒരു ലായനിയിൽ ഒരു പദാർത്ഥത്തെ ലയിപ്പിക്കുന്നത് അറിയപ്പെടുന്നത് എന്താ? ലായകമാണ്. ഓപ്ഷൻ ഡി ലായകം. 49 ഒരു ലായകത്തിൽ അലിഞ്ഞു ചേർന്ന ഒന്നിലധികം ലീനങ്ങളെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗം ഏതാണ്? ഒരു ലായകത്തിൽ അലിഞ്ഞു ചേർന്ന ഒന്നിലധികം ലീനങ്ങളെ വേർതിരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മാർഗം എന്താ? ക്രൊമാറ്റോഗ്രഫി ആണ്, ക്രൊമാറ്റോഗ്രഫി. 50 ഒരു ലായനിയിലെ ലീനത്തിൻ്റെയും ലായകത്തിൻ്റെയും തോത് തുല്യമായാൽ അത്തരം ലായനികൾ അറിയപ്പെടുന്നത് എന്താ? ഒരു ലായനിയിലെ ലീനത്തിൻ്റെയും ലായകത്തിൻ്റെയും തോത് തുല്യമായാൽ അത്തരം ലായനികൾ അറിയപ്പെടുന്നത് എന്താ? ഐസോട്ടോണിക് ലായനിയാണ്. ഓപ്ഷൻ സി ഐസോട്ടോണിക് ലായനി. ഇനി 51 ലീനത്തിൻ്റെ അളവ് കൂടുതലുള്ള ലായനി അറിയപ്പെടുന്നത് എന്താ? ലീനത്തിൻ്റെ അളവ്, ഒരു ലായനി എടുത്തു കഴിഞ്ഞാൽ അതിൽ ലീനത്തിൻ്റെ അളവ് കൂടുതലാണെങ്കിൽ അതിനെ പറയുന്ന പേര് എന്താ? ഗാഢലായനിയാണ്. ഓപ്ഷൻ എ ഗാഢലായനി. 52 ഒരു നിശ്ചിത കിലോഗ്രാം ലായകത്തിൽ അടങ്ങിയിരിക്കുന്ന ലീനത്തിൻ്റെ മോൾ എണ്ണം പ്രതിപാദിക്കുന്ന രീതി ഏതാണ്? ഒരു നിശ്ചിത കിലോഗ്രാം ലായകത്തിൽ അടങ്ങിയിരിക്കുന്ന ലീനത്തിൻ്റെ മോളുകളുടെ എണ്ണം പ്രതിപാദിക്കുന്ന രീതി ഏതാ? മൊളാലിറ്റിയാണ്, മൊളാലിറ്റിയാണ്. ഒരു നിശ്ചിത കിലോഗ്രാമിൽ എത്രയാണോ ലീനത്തിൻ്റെ അളവ് അത് മോളിൽ പറയുന്നതാണ് ഇത് മൊളാലിറ്റി. അങ്ങനെയാണെങ്കിൽ ഒരു നിശ്ചിത വ്യാപ്തം ലായനിയിൽ എത്ര മോൾ ലീനം ലയിച്ചിരിക്കുന്നു എന്ന് കണക്കാക്കിയിട്ട് ലായനിയുടെ ഗാഢത പ്രസ്താവിക്കുന്ന രീതി ഏതാണ്? ഒരു നിശ്ചിത വ്യാപ്തം ലായനിയിൽ എത്ര മോൾ ലീനം ലയിച്ചിരിക്കുന്നു എന്ന് കണക്കാക്കിയിട്ട് ലായനിയുടെ ഗാഢത പ്രസ്താവിക്കുന്ന രീതിയാണിത്. അത് മൊളാരിറ്റിയാണ്. ഓപ്ഷൻ സി ആണ് മൊളാരിറ്റി. 54 ദ്രവ്യത്തിൻ്റെ 2 ഫേസുള്ള മിശ്രിതങ്ങൾ അറിയപ്പെടുന്നത് എന്താണ്? ദ്രവ്യത്തിൻ്റെ 2 ഫേസുള്ള മിശ്രിതങ്ങൾ അറിയപ്പെടുന്നത് എന്താ? കൊളോയിഡ് ആണ് കേട്ടോ, കൊളോയിഡ്. 55 കൊളോയിഡ് രൂപത്തിലുള്ള മിശ്രിതങ്ങളെ കണികകൾ അടിയുന്നത് തടയാനുള്ള ചേർക്കുന്ന രാസവസ്തു ഏതാണ്? കൊളോയിഡ് രൂപത്തിലുള്ള മിശ്രിതങ്ങളെ കണികകൾ അടിയുന്നത് തടയാനായിട്ട് ചേർക്കുന്ന രാസവസ്തു ഏതാ? സ്റ്റെബിലൈസറുകൾ അല്ലേ, ഓപ്ഷൻ ഡി സ്റ്റെബിലൈസറുകൾ. 56 വൈദ്യുതോർജ്ജം ആഗിരണം ചെയ്ത് ഒരു പദാർത്ഥം വിഘടനത്തിന് വിധേയമാകുന്ന പ്രവർത്തനമാണ് ഡാഷ്. വൈദ്യുതോർജ്ജം ആഗിരണം ചെയ്ത് ഒരു പദാർത്ഥം വിഘടനത്തിന് വിധേയമാകുന്ന പ്രവർത്തനമാണ് ഡാഷ്. ഏതാ? വൈദ്യുത വിശ്ലേഷണം. 57 ജലവുമായി പ്രവർത്തിച്ച് ഒരു രാസവസ്തു വിഘടിക്കുന്ന പ്രക്രിയയാണ് ഡാഷ്. ജലവുമായി പ്രവർത്തിച്ച് ഒരു രാസവസ്തു വിഘടിക്കുന്ന പ്രക്രിയ എന്തുവെല്ലാം അറിയപ്പെടുന്നത്? ഹൈഡ്രോലിസിസ് ആണ്. ഓപ്ഷൻ സി ഹൈഡ്രോലിസിസ്. 58 ഖരാവസ്ഥയിലുള്ള ഒരു വസ്തു നേരിട്ട് വാതകമാകുന്ന പ്രക്രിയ അറിയപ്പെടുന്നത് എന്താണ്?
ഖരാവസ്ഥയിലുള്ള ഒരു വസ്തു നേരിട്ട് വാതകമാകുന്ന പ്രക്രിയ എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ഉത്പതനം അല്ലെ, സബ്ലിമേഷൻ അല്ലെങ്കിൽ ഉത്പതനം എന്നാണ്. 59 വൈദ്യുതി കടന്നു പോകുമ്പോൾ രാസമാറ്റത്തിന് വിധേയമാകുന്ന പദാർത്ഥങ്ങളാണ് ഡാഷ്. വൈദ്യുതി കടന്നു പോകുമ്പോൾ രാസമാറ്റത്തിന് വിധേയമാകുന്ന പദാർത്ഥങ്ങൾ ഏതാ? ഇലക്ട്രോലൈറ്റുകളാണ്. 60 പാലിനെ ശുദ്ധീകരിക്കുന്നതിനായിട്ട് 72 ഡിഗ്രി സെൽഷ്യസിൽ 15 സെക്കൻഡ് ചൂടാക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്നത് എന്താ? പാലിനെ ശുദ്ധീകരിക്കാനായിട്ട് 72 ഡിഗ്രി സെൽഷ്യസ് 15 സെക്കൻഡ് ചൂടാക്കുന്ന പ്രക്രിയ ഏതാ? പാസ്ചറൈസേഷൻ ആണല്ലേ, പാസ്ചറൈസേഷൻ. 61 രാസപ്രവർത്തനത്തിൽ ഒരു തന്മാത്രയിൽ നിന്നും ഹൈഡ്രജൻ നീക്കം ചെയ്യുന്ന പ്രക്രിയ അറിയപ്പെടുന്നത് എന്താ? രാസപ്രവർത്തനത്തിൽ ഒരു തന്മാത്രയിൽ നിന്നും ഹൈഡ്രജൻ നീക്കം ചെയ്യുന്ന പ്രക്രിയ അറിയപ്പെടുന്ന പേരാണെന്ത്? ഡീഹൈഡ്രജനേഷൻ ആണ് കേട്ടോ, ഡീഹൈഡ്രജനേഷൻ. 62 രാസപ്രവർത്തനത്തിന്റെ ഫലമായിട്ടുണ്ടാകുന്ന വസ്തുക്കൾ അറിയപ്പെടുന്നത് എന്താണ്? രാസപ്രവർത്തനത്തിന്റെ ഫലമായിട്ടുണ്ടാകുന്ന വസ്തുക്കൾ അറിയപ്പെടുന്നത് എന്ത് പേരില്ല? ഉൽപ്പന്നങ്ങളാണ് അല്ലെ, ഉൽപ്പന്നങ്ങൾ. ഓപ്ഷൻ സി ഉൽപ്പന്നങ്ങൾ. 63 റെയിൽവേ പാളങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം ഏതാണ്? റെയിൽവേ പാളങ്ങൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ലോഹസങ്കരം ഏതാ? മാംഗനീസ് സ്റ്റീൽ ആണല്ലേ, മാംഗനീസ് സ്റ്റീൽ. 64 ഹീറ്റിംഗ് കോയിൽ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ലോഹസങ്കരം ഏതാണ്? ഹീറ്റിംഗ് കോയിൽ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ലോഹസങ്കരം ഏതാ? നിക്രോം ആട്ടോ, ഓപ്ഷൻ ബി നിക്രോം. 65 കൃത്രിമ മഴ പെയ്യിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണ്? കൃത്രിമ മഴ പെയ്യിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാ? സിൽവർ അയഡൈഡ് അല്ലെ, സിൽവർ അയഡൈഡ്. ഓപ്ഷൻ ബി ആണ് സിൽവർ അയഡൈഡ്. 66 മൂലകങ്ങളെ ലോഹങ്ങളെന്നും അലോഹങ്ങളെന്നും വേർതിരിച്ചത് ആരാം? മൂലകങ്ങളെ ലോഹങ്ങളെന്നും അലോഹങ്ങളെന്നും വേർതിരിച്ചത് ആരാ? അന്റോണിയോ ലാവോസിയർ അല്ലെ, അന്റോണിയോ ലാവോസിയർ. 67 അറ്റോമിക ക്ലോക്കുകളിൽ ഉപയോഗിക്കുന്ന ലോഹം ഏതാണ്? അറ്റോമിക ക്ലോക്കുകളിൽ ഉപയോഗിക്കുന്ന ലോഹമാണ് സീസിയം. ഓപ്ഷൻ സി ആണ് സീസിയം. 68 ഒരു ലോഹത്തെ വലിച്ചു നീട്ടി നേർത്ത കമ്പിയാക്കാൻ കഴിയുന്ന സവിശേഷതയെ പറയുന്നത് എന്താണ്? ഒരു ലോഹത്തെ വലിച്ചു നീട്ടി നേർത്ത കമ്പിയാക്കാൻ കഴിയുന്ന സവിശേഷതയെ പറയുന്ന പേരാണ് ഡക്റ്റിലിറ്റി കേട്ടോ, ഡക്റ്റിലിറ്റി. 69 ഒരു ലോഹത്തെ അടിച്ചു പരത്തി നേർത്ത ഷീറ്റുകളാക്കാൻ കഴിയുന്ന സവിശേഷതയെ പറയുന്നത് എന്താണ്? ഒരു ലോഹത്തെ അടിച്ചു പരത്തി നേർത്ത ഷീറ്റുകളാക്കാൻ കഴിയുന്ന സവിശേഷതയെ പറയുന്ന പേര് എന്താ? മാല്യബിലിറ്റി ആണ്. 70 കൈവെള്ളയിലെ ചൂടിൽ പോലും ദ്രാവകാവസ്ഥയിലാവുന്ന ലോഹം ഏതാണ്? കൈവെള്ളയിലെ ചൂടിൽ പോലും ദ്രാവകാവസ്ഥയിലാകുന്ന ലോഹം ഏതാണ്? ഏതാ? ഗാലിയമാണ്. ഓപ്ഷൻ ഡി ആണ് ഗാലിയം. 71 സോഡിയം ഉൽപ്പാദിപ്പിക്കുമ്പോൾ ഉപോൽപ്പന്നമായിട്ട് ലഭിക്കുന്നത് എന്താണ്? സോഡിയം ഉൽപ്പാദിപ്പിക്കുമ്പോൾ ഉപ ഉൽപ്പന്നമായിട്ട് ലഭിക്കുന്നത് എന്താ? ക്ലോറിൻ ആണ് അല്ലെ, ഓപ്ഷൻ ഡി ക്ലോറിൻ ആണ്. 72 ആധുനിക സിദ്ധാന്ത പ്രകാരം ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ സഞ്ചരിക്കുന്നത് എങ്ങനെയാണ്? ആധുനിക സിദ്ധാന്ത പ്രകാരം ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ സഞ്ചരിക്കുന്നത് എങ്ങനെയാ? ത്രിമാന മേഖലയിലാണ്. ഓപ്ഷൻ എ ത്രിമാന മേഖലയിലാണ്. 73 പ്രധാന ഊർജ്ജ നിലകളിൽ തന്നെയുള്ള ഉപ ഊർജ്ജ നിലകൾ അറിയപ്പെടുന്നത് എന്താണ്? പ്രധാന ഊർജ്ജ നിലകളിൽ തന്നെയുള്ള ഉപ ഊർജ്ജ നിലകൾ അറിയപ്പെടുന്നത് ഏത് പേരില? സബ് ഷെല്ലുകൾ എന്ന പേരിലാണ് അല്ലെ, സബ് ഷെല്ലുകൾ. 74 ന്യൂക്ലിയസിൽ നിന്ന് അകലം കൂടുന്നതനുസരിച്ച് ന്യൂക്ലിയസും ഇലക്ട്രോണുകളും തമ്മിലുള്ള ആകർഷണ ബലത്തിലുണ്ടാകുന്ന വ്യത്യാസം എന്താ? ന്യൂക്ലിയസിൽ നിന്ന് അകലം കൂടുന്നതനുസരിച്ച് ന്യൂക്ലിയസും ഇലക്ട്രോണുകളും തമ്മിലുള്ള ആകർഷണ ബലത്തിലുണ്ടാകുന്ന വ്യത്യാസം എന്താ? കുറയുകയാണ് ചെയ്യുന്നത് അല്ലേ, ഓപ്ഷൻ സി ആണ് കുറയുകയാണ് ചെയ്യുന്നത്. 75 ന്യൂക്ലിയസിൽ നിന്ന് അകലം കൂടുന്നതനുസരിച്ച് ഷെല്ലുകളിലെ ഇലക്ട്രോണുകളുടെ ഊർജത്തിനുണ്ടാകുന്ന വ്യത്യാസം എന്താ? ന്യൂക്ലിയസിൽ നിന്ന് അകലം കൂടുന്നതനുസരിച്ച് ഷെല്ലുകളിലെ ഇലക്ട്രോണുകളുടെ ഊർജത്തിലുണ്ടാകുന്ന വ്യത്യാസം എന്താ? കൂടി വരികയാണ് ചെയ്യുന്നത്. ഓപ്ഷൻ സി കൂടി വരുന്നു. 76 ഫോസ്ഫറസ് എന്ന ഗ്രീക്ക് വാക്കിന്റെ അർത്ഥം എന്താണ്?
ഫോസ്ഫറസ് എന്ന ഗ്രീക്ക് വാക്കിൻ്റെ അർത്ഥം എന്താ? ഞാൻ പ്രകാശത്തെ വഹിക്കുന്നു എന്നാണ്. 77 മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്ന മൂലകം ഏതാണ്? മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്ന മൂലകം ഏതാ? സോഡിയമാണ് അല്ലേ? ഓപ്ഷൻ എ സോഡിയം. 78 മെഴുകിൽ പൊതിഞ്ഞ് സൂക്ഷിക്കുന്ന ലോഹം ഏതാണ്? മെഴുകിൽ പൊതിഞ്ഞ് സൂക്ഷിക്കുന്ന ലോഹം ഏതാ? ലിഥിയമാണ് അല്ലേ? ഓപ്ഷൻ സി ലിഥിയം. 79 തണുത്ത ജലത്തിൽ സൂക്ഷിക്കുന്ന മൂലകം ഏതാ? തണുത്ത ജലത്തിൽ സൂക്ഷിക്കുന്നത് ഏതാ? വെളുത്ത ഫോസ്ഫറസ് ആണ് കേട്ടോ. ഏതാ? വെളുത്ത ഫോസ്ഫറസ്. 80 ലോഹങ്ങളുടെയും അലോഹങ്ങളുടെയും സ്വഭാവം പ്രകടിപ്പിക്കുന്ന മൂലകങ്ങളെ പറയുന്നത് എന്താ? ലോഹങ്ങളുടെയും അലോഹങ്ങളുടെയും സ്വഭാവം പ്രകടിപ്പിക്കുന്ന മൂലകങ്ങളെ പറയുന്നത് എന്താ? ഉപലോഹങ്ങളാണ് അല്ലേ? ഓപ്ഷൻ ഡി ഉപലോഹങ്ങൾ. 81 ചോദ്യം. മൂലകത്തിനു ചുറ്റും ഇലക്ട്രോണുകളെ കുത്തുകൾ ഉപയോഗിച്ച് ചിത്രീകരിക്കുന്ന രീതി ആദ്യമായിട്ട് അവലംബിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? മൂലകത്തിനു ചുറ്റും ഇലക്ട്രോണുകളെ കുത്തുകൾ ഉപയോഗിച്ചുകൊണ്ട് ചിത്രീകരിക്കുന്ന രീതി ആദ്യമായിട്ട് അവലംബിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ആരാ? ഗിൽബർട്ട് എൻ ലൂയിസ് ആണ്. ഗിൽബർട്ട് എൻ ലൂയിസ് ആണ്. 82 ദ പ്രിൻസിപ്പിൾ ഓഫ് കെമിസ്ട്രി എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? ദ പ്രിൻസിപ്പിൾ ഓഫ് കെമിസ്ട്രി എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാ? മെന്റലീവ് ആണ് അല്ലെ? ഓപ്ഷൻ ബി മെന്റലീവ്. 83 ശ്വസന പ്രക്രിയയിൽ ഓക്സിജൻ ആഗിരണം ചെയ്യപ്പെടുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുകയും ചെയ്യുന്നുണ്ടെന്ന് ആദ്യമായിട്ട് കണ്ടെത്തിയ വ്യക്തി ആരാണ്? ശ്വസന പ്രക്രിയയിൽ ഓക്സിജൻ ആഗിരണം ചെയ്യപ്പെടുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുകയും ചെയ്യുമെന്ന് ആദ്യമായിട്ട് കണ്ടെത്തിയ വ്യക്തി ആരാ? ലാവോസിയർ ആണ് അല്ലെ? ഓപ്ഷൻ ഡി ലാവോസിയർ. 84 മൂലകത്തിന് ആദ്യമായിട്ട് നിർവചനം നൽകിയ വ്യക്തി ആരാ? മൂലകത്തിന് ആദ്യമായിട്ട് നിർവചനം നൽകിയ വ്യക്തി ആരാ? റോബർട്ട് ബോയിലാണ്. ഓപ്ഷൻ ഡി റോബർട്ട് ബോയിലാണ്. 85 പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏതാണ്? പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏതാ? ഹൈഡ്രജൻ ആണ് അല്ലെ? പ്രപഞ്ചത്തിൽ ഹൈഡ്രജൻ. 86 പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രണ്ടാമത്തെ മൂലകം ഏതാണ്? പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രണ്ടാമത്തെ മൂലകം ഏതാ? ഹീലിയമാണ്. ഓപ്ഷൻ ബി ഹീലിയം. 87 അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏതാണ്? അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏതാ? അന്തരീക്ഷത്തിലാണെങ്കിൽ നൈട്രജൻ ആണ്. ഓപ്ഷൻ ഡി നൈട്രജൻ. 88 അന്തരീക്ഷത്തിൽ കാണപ്പെടുന്ന രണ്ടാമത്തെ മൂലകം ഏതാണ്? അന്തരീക്ഷത്തിൽ കൂടുതൽ കാണപ്പെടുന്ന രണ്ടാമത്തെ മൂലകം ഏതാ? ഓക്സിജൻ ആണ്. ഓക്സിജൻ ആണ്. ഓപ്ഷൻ ഡി ഓക്സിജൻ. 89 ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏതാണ്? ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏതാ? ഓക്സിജൻ ആണ്. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ ഓക്സിജൻ ആണ്. 90 ചോദ്യം. ഭൂവൽക്കത്തിൽ കൂടുതൽ കാണപ്പെടുന്ന രണ്ടാമത്തെ മൂലകം ഏതാണ്? ഭൂവൽക്കത്തിൽ കൂടുതൽ കാണപ്പെടുന്ന രണ്ടാമത്തെ മൂലകം ഏതാ? സിലിക്കൺ ആണ്. ഓപ്ഷൻ സി സിലിക്കൺ. 91 ഭൂവൽക്കത്തിൽ ഏറ്റവും കുറഞ്ഞ അളവിൽ കാണപ്പെടുന്ന മൂലകം ഏതാണ്? ഭൂവൽക്കത്തിൽ ഏറ്റവും കുറഞ്ഞ അളവിൽ കാണപ്പെടുന്ന മൂലകം ഏതാ? അസ്റ്റാറ്റിൻ ആണ്. ഓപ്ഷൻ ഡി അസ്റ്റാറ്റിന്. 92 ജീവികളുടെ DNA-യിലും RNA-യിലും കാണപ്പെടുന്ന മൂലകം ഏതാണ്? ജീവികളുടെ DNA-യിലും RNA-യിലും കാണപ്പെടുന്ന മൂലകം ഏതാ? ഫോസ്ഫറസ് ആണ് അല്ലെ? ഫോസ്ഫറസ്. ഓപ്ഷൻ ഡി ഫോസ്ഫറസ്. 93 വജ്രത്തിന് സമാനമായ പരൽ ഘടനയുള്ള മൂലകം ഏതാണ്? വജ്രത്തിന് സമാനമായ പരൽ ഘടനയുള്ള മൂലകം ഏതാ? ജർമേനിയം ആണ് അല്ലെ? ഓപ്ഷൻ ഡി ജർമേനിയം. 94 കോപ്പറിന്റെ ശത്രു എന്നറിയപ്പെടുന്ന മൂലകം ഏതാണ്? കോപ്പറിന്റെ ശത്രു എന്നറിയപ്പെടുന്ന മൂലകം ഏതാ? സൾഫർ ആണ് അല്ലെ? സൾഫർ ആണ് കോപ്പറിന്റെ ശത്രു എന്നറിയപ്പെടുന്നത്. 95 അക്വാ റീജിയയിൽ ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെയും നൈട്രിക് ആസിഡിന്റെയും റേഷ്യോ എത്രയാണ്? അക്വാ റീജിയയിൽ ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെയും നൈട്രിക് ആസിഡിന്റെയും റേഷ്യോ എത്രയാണ്? 3:1 ആണ് കേട്ടോ. 3:1. 96 മർദ്ദം സ്ഥിരമാകുമ്പോൾ നിശ്ചിത പിണ്ഡമുള്ള ഒരു വാതകത്തിന്റെ വ്യാപ്തവും ഊഷ്മാവും നേർ അനുപാതത്തിലായിരിക്കും എന്ന് ഏത് നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു?
മർദ്ദം സ്ഥിരമായിരിക്കുമ്പോൾ നിശ്ചിത പിണ്ഡമുള്ള ഒരു വാതകത്തിൻ്റെ വ്യാപ്തവും ഊഷ്മാവും നേർ അനുപാതത്തിലായിരിക്കും എന്നത് ഏത് നിയമവുമായി ബന്ധപ്പെട്ടതാണ്? ഏതാ? ചാൾസ് നിയമമാണ്. ഓപ്ഷൻ ബി ചാൾസ് നിയമം. 97 ഊഷ്മാവ് സ്ഥിരമായിരിക്കുമ്പോൾ വാതകത്തിൻ്റെ വ്യാപ്തം അതിലനുഭവപ്പെടുന്ന മർദ്ദത്തിന് വിപരീത അനുപാതത്തിലായിരിക്കും എന്നത് ഏത് നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഊഷ്മാവ് സ്ഥിരമായിരിക്കുമ്പോൾ വാതകത്തിൻ്റെ വ്യാപ്തം അതിലനുഭവപ്പെടുന്ന മർദ്ദത്തിന് വിപരീത അനുപാതത്തിലായിരിക്കും എന്നത് ഏത് നിയമവുമായി ബന്ധപ്പെട്ടതാണ്? ഏതാ? ബോയിൽ നിയമമാണ്. ഓപ്ഷൻ ബി ബോയിൽ നിയമം. 98 ഒരു വാതക പിണ്ഡത്തിൻ്റെ ഒരു പ്രത്യേക ബിന്ദുവിൽ പ്രയോഗിക്കുന്ന മർദ്ദം അതിൻ്റെ എല്ലാ ഭാഗങ്ങളിലും തുല്യമായിരിക്കുമെന്നത് ഏത് നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഒരു വാതക പിണ്ഡത്തിൻ്റെ ഒരു പ്രത്യേക ബിന്ദുവിൽ പ്രയോഗിക്കുന്ന മർദ്ദം അതിൻ്റെ എല്ലാ ഭാഗങ്ങളിലും തുല്യമായിരിക്കുമെന്നത് ഏത് നിയമവുമായി ബന്ധപ്പെട്ടതാണ്? ഏതാ? പാസ്കൽ നിയമമാണ്. ഓപ്ഷൻ ബി പാസ്കൽ നിയമം. 99 താപനില, മർദ്ദം എന്നിവ സ്ഥിരമായിരിക്കുമ്പോൾ വാതകങ്ങളുടെ വ്യാപ്തം തന്മാത്രകളുടെ എന്നതിന് നേർ അനുപാതത്തിലായിരിക്കുമെന്നത് ഏത് നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? താപനില, മർദ്ദം എന്നിവ സ്ഥിരമായിരിക്കുമ്പോൾ വാതകങ്ങളുടെ വ്യാപ്തം തന്മാത്രകളുടെ എന്നതിന് നേർ അനുപാതത്തിലായിരിക്കും എന്നത് ഏത് നിയമവുമായി ബന്ധപ്പെട്ടതാണ്? ഏതാ? അവഗാഡ്രോ ആണ്. അവഗാഡ്രോ നിയമമാണ്. 100 ഏറ്റവും കൂടുതൽ രൂപാന്തരത്വം പ്രകടിപ്പിക്കുന്ന മൂലകം ഏതാണ്? ഏറ്റവും കൂടുതൽ രൂപാന്തരത്വം പ്രകടിപ്പിക്കുന്ന മൂലകം ഏതാ? കാർബൺ ആണ്. ഓപ്ഷൻ ബി കാർബൺ. 101 ഗൺ പൗഡർ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന കാർബൺ രൂപാന്തരം ഏതാണ്? ഗൺ പൗഡർ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന കാർബൺ രൂപാന്തരം ഏതാ? മരക്കരിയാണ് മരക്കരി. 102 ക്രിസ്റ്റൽ ആകൃതി ഇല്ലാത്ത കാർബൺ അലോട്രോപ്പുകൾ അറിയപ്പെടുന്നത് എന്താണ്? ക്രിസ്റ്റൽ ആകൃതി ഇല്ലാത്ത കാർബൺ അലോട്രോപ്പുകൾ അറിയപ്പെടുന്നത് എന്താണ്? എന്താ? അമോർഫസ് കാർബൺ അല്ലെ, അമോർഫസ് കാർബൺ ആണ്. 103 ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് കണ്ടുപിടിച്ച ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ആരാണ്? ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് കണ്ടുപിടിച്ച ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ആരാ? സത്യേന്ദ്രനാഥ് ബോസ് ആണ് അല്ലെ, സത്യേന്ദ്രനാഥ് ബോസ്. 104 ദ്രവ്യത്തിന്റെ ക്വാർക്ക് മോഡൽ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ദ്രവ്യത്തിന്റെ ക്വാർക്ക് മോഡൽ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാ? മുറേ ജൽമാൻ ആട്ടോ, മുറേ ജൽമാൻ. 104 105 ചോദ്യം, സൂര്യനിലും മറ്റു നക്ഷത്രങ്ങളിലും ദ്രവ്യം ഏത് അവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത്? സൂര്യനിലും മറ്റു നക്ഷത്രങ്ങളിലും ദ്രവ്യം ഏത് അവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഏതിലാ? പ്ലാസ്മ അവസ്ഥയിലാണ്. 106 ഒരു നിശ്ചിത ആകൃതി ഇല്ലാത്തതും ഏത് ആകൃതിയിലും ഉൾക്കൊള്ളുന്നതുമായിട്ടുള്ള പദാർത്ഥങ്ങളാണ് ഡാഷ്. നിശ്ചിത ആകൃതി ഇല്ലാത്തതും ഏത് ആകൃതിയിലും ഉൾക്കൊള്ളുന്നതുമായ പദാർത്ഥങ്ങൾ ഏതാ? ദ്രാവകമാണ് അല്ലെ, ഓപ്ഷൻ ഡി ദ്രാവകം. 107 ഒരു മോൾ പദാർത്ഥത്തിൽ അടങ്ങിയിരിക്കുന്ന തന്മാത്രകളുടെ ആകെ എണ്ണമാണ് ഡാഷ്. ഒരു മോൾ പദാർത്ഥത്തിൽ അടങ്ങിയിരിക്കുന്ന തന്മാത്രകളുടെ ആകെ എണ്ണത്തെ പറയുന്നത് എന്താ? അവഗാഡ്രോ നമ്പർ ആണല്ലോ, ഓപ്ഷൻ ബി അവഗാഡ്രോ നമ്പർ. 108 വ്യത്യസ്ത തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലത്തെ പറയുന്നത് എന്താണ്? വ്യത്യസ്ത തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലത്തെ പറയുന്നത് എന്താ? അഡീഷൻ ആണ്, ഓപ്ഷൻ ഡി അഡീഷൻ. 109 ഒരേപോലുള്ള തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലത്തെ പറയുന്നത് എന്താണ്? ഒരേപോലുള്ള തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലത്തെ പറയുന്നത് എന്താ? കൊഹിഷൻ ആട്ടോ, കൊഹിഷൻ. 110 പോസിട്രോൺ ഉൾപ്പെടെയുള്ള ആന്റി പാർട്ടിക്കിളുടെ സാന്നിധ്യം പ്രവചിച്ച ശാസ്ത്രജ്ഞനാരാണ്? പോസിട്രോൺ ഉൾപ്പെടെയുള്ള ആന്റി പാർട്ടിക്കിളുടെ സാന്നിധ്യം പ്രവചിച്ച ശാസ്ത്രജ്ഞൻ ആരാ? പോൾ ഡിറാക്ക് ആണ്, ഓപ്ഷൻ ബി പോൾ ഡിറാക്ക്. 111 ആറ്റം എന്ന പദം ആദ്യമായിട്ട് നിർദ്ദേശിച്ച വ്യക്തി ആരാ? ആറ്റം എന്ന പദം ആദ്യമായിട്ട് നിർദ്ദേശിച്ചത് ആരാ? ഓസ്റ്റ്വാൾഡ് ആണ്, ഓപ്ഷൻ എ ഓസ്റ്റ്വാൾഡ്. 112 ചോദ്യം, സൗരയൂഥ മാതൃകയിലുള്ള ആറ്റം മോഡൽ തയ്യാറാക്കിയ ശാസ്ത്രജ്ഞൻ ആരാണ്? സൗരയൂഥ മാതൃകയിലുള്ള ആറ്റം മോഡൽ തയ്യാറാക്കിയ ശാസ്ത്രജ്ഞൻ ആരാ? ഏണസ്റ്റ് റൂദർഫോർഡ്, ഏണസ്റ്റ് റൂദർഫോർഡ്. 113 ന്യൂക്ലിയസ് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാ? ന്യൂക്ലിയസ് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാ? റൂദർഫോർഡ് തന്നെ അല്ലേ, ന്യൂക്ലിയസ് കണ്ടുപിടിച്ച ആരാ? റൂദർഫോർഡ്. ഇനി 114 ചോദ്യം,
ഒരാറ്റത്തിലെ പ്രോട്ടോണിൻ്റെയും ഇലക്ട്രോണിൻ്റെയും മാസുകൾ തമ്മിലുള്ള അനുപാതം എത്രയാണ്? ഒരാറ്റത്തിലെ പ്രോട്ടോണിൻ്റെയും ഇലക്ട്രോണിൻ്റെയും മാസുകൾ തമ്മിലുള്ള അനുപാതം എത്രയാ? 1836:1 ആണ്. 1836:1. 115 ഒരേ മാസ് നമ്പറും വ്യത്യസ്ത അറ്റോമിക നമ്പറുമുള്ള ആറ്റങ്ങളെ എന്താ പറയുന്നത്? ഒരേ മാസ് നമ്പറും വ്യത്യസ്ത അറ്റോമിക നമ്പറുമുള്ള ആറ്റത്തെ പറയുന്നത് എന്താ? ഐസോബാർ എന്നാണ്. ഓപ്ഷൻ ബി ഐസോബാർ. 116 ഒരേ അറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരേ മൂലകത്തിൻ്റെ വ്യത്യസ്ത ആറ്റങ്ങളാണ് ഡാഷ്. ഒരേ അറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരേ മൂലകത്തിൻ്റെ വ്യത്യസ്ത ആറ്റങ്ങളെ പറയുന്നത് എന്താ? ഐസോടോപ്പുകളാണ്, അല്ലെ? ഐസോടോപ്പുകൾ. 117 ഒരേ എണ്ണം ന്യൂട്രോണുകൾ അടങ്ങിയ ആറ്റങ്ങളെ എന്താ പറയുന്നത്? ഒരേ എണ്ണം ന്യൂട്രോണുകൾ അടങ്ങിയ ആറ്റങ്ങളെ പറയുന്നത് എന്താ? ഐസോട്ടോണുകളാണ്, അല്ലെ? ഐസോട്ടോണുകൾ. 118 ലോഹങ്ങളുടെ ചാലകത നിർണ്ണയിക്കുന്നത് എന്താണ്? ലോഹങ്ങളുടെ ചാലകത നിർണ്ണയിക്കുന്നത് എന്താ? ഇലക്ട്രോണുകളാണ്, അല്ലെ? ഇലക്ട്രോണുകളാണ് അതിൻ്റെ ലോഹങ്ങളുടെ ചാലകത നിർണ്ണയിക്കുന്നത്. 119 ഇലക്ട്രോണിൻ്റെ ചാർജ് കണ്ടെത്താനായിട്ട് ഉപയോഗിച്ച പരീക്ഷണം ഏതാണ്? ഇലക്ട്രോണിൻ്റെ ചാർജ് കണ്ടെത്താനായിട്ട് ഉപയോഗിച്ച പരീക്ഷണം ഏതാ? ഓയിൽ ഡ്രോപ്പ് പരീക്ഷണമാണ്. ഓയിൽ ഡ്രോപ്പ് പരീക്ഷണം. 120 ചോദ്യം ആറ്റത്തിൻ്റെ ഘടനയെക്കുറിച്ചുള്ള സാങ്കല്പിക രൂപം അവതരിപ്പിച്ച വ്യക്തി ആരാണ്? ആറ്റത്തിൻ്റെ ഘടനയെക്കുറിച്ചുള്ള സാങ്കല്പിക രൂപം അവതരിപ്പിച്ചതാരാണ്? ആരാ? JJ തോംസൺ ആണ്. ഓപ്ഷൻ ഡി JJ തോംസൺ. 121 അന്തസംക്രമണ മൂലകങ്ങൾ എന്നറിയപ്പെടുന്നത് ആവർത്തന പട്ടികയിൽ ഏത് ബ്ലോക്കിലുള്ള മൂലകങ്ങളാണ്? അന്തസംക്രമണ മൂലകങ്ങൾ എന്നറിയപ്പെടുന്നത് ആവർത്തന പട്ടികയിൽ ഏത് ബ്ലോക്കിലുള്ള മൂലകങ്ങളാണ്? ഏതാ? F ബ്ലോക്ക് ആണ്. ഓപ്ഷൻ ബി F ബ്ലോക്ക്. 122 ഇലക്ട്രോണിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏതാന്ന് കണ്ടെത്താം. തുല്യ കണികാ സ്വഭാവം, തരംഗ സ്വഭാവം. ഓപ്ഷൻ ബി തരംഗ സ്വഭാവം കൂടുതൽ. ഓപ്ഷൻ ഡി കണികാ സ്വഭാവം കൂടുതൽ. ഓപ്ഷൻ സി ഇതൊന്നുമല്ല. ഇതിൽ ഇലക്ട്രോണിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന എന്താ? തുല്യ കണികാ സ്വഭാവം അതുപോലെ തന്നെ തരംഗ സ്വഭാവം എന്നുള്ളതാണ് എന്ത്? ശരിയായ പ്രസ്താവന. 123 ആംഫോട്ടറിക് സ്വഭാവം പ്രകടിപ്പിക്കാത്തത് ഏതാണ്? തന്നിരിക്കുന്നതിൽ ആംഫോട്ടറിക് സ്വഭാവം പ്രകടിപ്പിക്കാത്തത് ഏതാണ്? ഏതാ? HCl അല്ലെ? HCl ആണ്, ഹൈഡ്രോക്ലോറിക്. ഓക്കെ. ഇനി 124 ബബിൾഗത്തിൽ അടങ്ങിയിരിക്കുന്ന പോളിമർ ഏതാണ്? നമ്മൾ കഴിക്കുന്ന ബബിൾഗത്തിൽ അടങ്ങിയിരിക്കുന്ന പോളിമർ ഏതാണ്? ഏതാ? പോളിവിനൈൽ അസറ്റേറ്റ്. പോളിവിനൈൽ അസറ്റേറ്റ്. 125 താഴെ പറയുന്നതിൽ ഹരിതഗ്രഹ വാതകം അല്ലാത്തത് ഏതാണ്? തന്നിരിക്കുന്നതിൽ ഹരിതഗ്രഹ വാതകം അല്ലാത്തത് ഏതാ? ഹീലിയമാണ്. ഓപ്ഷൻ ബി ഹീലിയമാണ്. 126 ചോദ്യം ആറ്റത്തിൽ ചാർജ് ഇല്ലാത്ത കണം ഏതാണ്? ആറ്റത്തിൽ ചാർജ് ഇല്ലാത്ത കണം ഏതാ? ന്യൂട്രോൺ അല്ലേ? ന്യൂട്രൽ ആയതുകൊണ്ട് ചാർജ് ഇല്ല, ന്യൂട്രോൺ ആണ്. 127 അജിനോമോട്ടോ എന്നറിയപ്പെടുന്ന രാസവസ്തു ഏതാണ്? അജിനോമോട്ടോ എന്നറിയപ്പെടുന്ന രാസവസ്തു ഏതാ? മോണോസോഡിയം ഗ്ലൂട്ടമേറ്റ് ആണ്, അല്ലേ? മോണോസോഡിയം ഗ്ലൂട്ടമേറ്റ്. 128 മാർബിളിൻ്റെ ശാസ്ത്രീയ നാമം എന്താണ്? മാർബിളിൻ്റെ ശാസ്ത്രീയ നാമം എന്താണ്? എന്താ? കാൽസ്യം കാർബണേറ്റ് ആട്ടോ, കാൽസ്യം കാർബണേറ്റ്. 129 പൂരിത ലായനി അല്ലാത്തവയിൽ ഭിന്നാത്മക മിശ്രിതം എന്ന ഗണത്തിൽ വരുന്നത് എന്താണ്? പൂരിത ലായനി അല്ലാത്തവയിൽ ഭിന്നാത്മക മിശ്രിതം എന്ന ഗണത്തിൽ വരുന്നത് ഏതാണ്? ഏതാ? കഞ്ഞിവെള്ളമാണ്, അല്ലേ? കഞ്ഞിവെള്ളം. ഓപ്ഷൻ ബി കഞ്ഞിവെള്ളം. 130 നിത്യേന അസിഡിക സ്വഭാവമുള്ളതും ആൽക്കലി സ്വഭാവമുള്ളതുമായ ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കാറുണ്ടെങ്കിലും രക്തത്തിൻ്റെ pH സ്ഥിരമായി നിൽക്കാൻ കാരണം രക്തം ഒരു ഡാഷ് ലായനി ആയതുകൊണ്ടാണ്. നിത്യേന അസിഡിക സ്വഭാവമുള്ളതും ആൽക്കലി സ്വഭാവമുള്ളതുമായ ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കാറുണ്ടെങ്കിലും രക്തത്തിൻ്റെ pH സ്ഥിരമായിട്ട് നിൽക്കാൻ കാരണം രക്തം ഒരു ഡാഷ് ലായനി ആയതുകൊണ്ടാണ്. എന്താ? ബഫർ ലായനി ആയതുകൊണ്ടാട്ടോ. ഓപ്ഷൻ സി ബഫർ ലായനി ആയതുകൊണ്ടാണ്. 131 അപ്പോൾ രക്തം എന്താണ്? രക്തം ഒരു ബഫർ ലായനിയാണ്. 131 വാതകങ്ങളുടെ മർദ്ദവും താപനിലയും തമ്മിലുള്ള ബന്ധം പ്രസ്താവിക്കുന്ന നിയമം ഏതാണ്? വാതകങ്ങളുടെ മർദ്ദവും
താപനിലയും തമ്മിലുള്ള ബന്ധം പ്രസ്താവിക്കുന്ന നിയമം ഏതാ? ഗോലൂസാക്ക് നിയമമാണ്. ഓപ്ഷൻ എ ഗോലൂസാക്ക് നിയമം. ഇനി 132ാമത്തെ ചോദ്യം, 3D1 4s1 എന്ന ബാഹ്യധമാശ ഇലക്ട്രോൺ വിന്യാസമുള്ള മൂലകം ഏത് ബ്ലോക്കിലാണ് ഉൾപ്പെടുന്നത്? ഏതിലാണ് ഉൾപ്പെടുക? ഡി ബ്ലോക്ക് ആണ്. ഓപ്ഷൻ ബി ഡി ബ്ലോക്ക്. 133 മനുഷ്യ ഉമിനീരിൻ്റെ pH മൂല്യം എത്രയാണ്? മനുഷ്യ ഉമിനീരിൻ്റെ pH മൂല്യം എത്രയാ? 6.4 ആണ് കേട്ടോ. 6.4. 134 താഴെ കൊടുത്തിരിക്കുന്നതിൽ അയോണീകരണ ഊർജം ഏറ്റവും കൂടുതലുള്ളത് ഏതിനാണ്? താഴെ കൊടുത്തിരിക്കുന്നതിൽ അയോണീകരണ ഊർജം ഏറ്റവും കൂടുതലുള്ളത് ഏതിനാണ്? ഫ്ലൂറിനാണ് കേട്ടോ. ഓപ്ഷൻ ബി ഫ്ലൂറിന്. 135 താപനില, മർദ്ദം ഇവ സ്ഥിരമായിരിക്കുമ്പോൾ വാതകങ്ങളുടെ വ്യാപ്തം തന്മാത്രകളുടെ എണ്ണത്തിന് നേർ അനുപാതത്തിലായിരിക്കും എന്നത് താഴെ പറയുന്നവയിൽ ഏത് നിയമമാണ്? താപനില, മർദ്ദം ഇവ സ്ഥിരമായിരിക്കുമ്പോൾ വാതകങ്ങളുടെ വ്യാപ്തം തന്മാത്രകളുടെ എണ്ണത്തിന് നേർ അനുപാതത്തിലായിരിക്കുമെന്നത് താഴെ പറയുന്നവയിൽ ഏത് നിയമമാണ്? ഏതാ? അവഗാഡ്രോയാണ് കേട്ടോ. അവഗാഡ്രോ നിയമമാണ്. 136 സൾഫ്യൂരിക് ആസിഡിൻ്റെ വ്യാവസായിക നിർമ്മാണ പ്രക്രിയയിൽ ഉൽപ്രേരകമായിട്ട് ഉപയോഗിക്കുന്നത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? സൾഫ്യൂരിക് ആസിഡിനെ വ്യാവസായിക നിർമ്മാണ പ്രക്രിയയിൽ ഉൽപ്രേരകമായിട്ട് ഉപയോഗിക്കുന്നത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാ? വനേഡിയം പെൻറ്റോക്സൈഡ് ആണ്. ഓപ്ഷൻ സി വനേഡിയം പെൻറ്റോക്സൈഡ്. ഇനി 137ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് സിമെൻറ്റിൻ്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തുക്കൾ ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കുക. സിമെൻറ്റിൻ്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തുക്കൾ നീറ്റുകക്കയുണ്ട്, സോഡിയം കാർബണേറ്റ് ഉണ്ട്, കളിമണ്ണുണ്ട്, ജിപ്സം ഉണ്ട്. ഏതൊക്കെയാണ് ഉപയോഗിക്കുന്നത്? ഒന്ന് നീറ്റുകക്ക ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ കളിമണ്ണുണ്ട്, ജിപ്സം ഉണ്ട്. അപ്പം 1, 3, 4 ആണ് ഇതിൻ്റെ ആൻസർ വരും കേട്ടോ. 1, 3, 4 എന്നുള്ളതാണ് ഇതിൻ്റെ ആൻസർ വരും. അപ്പോൾ ഏതൊക്കെയാണ്? നീറ്റുകക്ക, കളിമണ്ണ്, ജിപ്സം. അപ്പോൾ സിമെൻറ്റ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തുക്കളാണ് നീറ്റുകക്ക, കളിമണ്ണ്, ജിപ്സം എന്ന് പറയുന്നത്. ഇനി 138 താഴെ പറയുന്നവ ഏത് രാസവസ്തുവിനെ നിർജ്ജലീകരിക്കാനാണ് സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിക്കാത്തത്? താഴെ പറയുന്നവയിൽ ഏത് രാസവസ്തുവിൻ്റെ നിർജ്ജലീകരിക്കാനാണ് സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിക്കാത്തത്? ഏതാ? അമോണിയ. ഓപ്ഷൻ ഡി അമോണിയ. 139 ആവർത്തന പട്ടികയിൽ കൃത്യമായ സ്ഥാനം നിർണ്ണയിക്കാത്ത മൂലകം ഏതാ? ആവർത്തന പട്ടികയിൽ കൃത്യമായ സ്ഥാനം നിർണ്ണയിക്കാത്ത മൂലകം ഏതാ? ഹൈഡ്രജൻ ആട്ടോ. ഹൈഡ്രജൻ ആണ്. ഓപ്ഷൻ എ ഹൈഡ്രജൻ. 140 ജന്തുകോശങ്ങളിൽ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വാതകം ഏതാണ്? ജന്തുകോശങ്ങളിൽ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വാതകം ഏതാ? കാർബൺ ഡൈ ഓക്സൈഡ് ആണ് കേട്ടോ. ഓപ്ഷൻ എ കാർബൺ ഡൈ ഓക്സൈഡ്. ജന്തുകോശങ്ങളിൽ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. ഇനി 141 ധാതുക്കളുടെ ശേഖരമുള്ള സ്ഥലം ലിസ്റ്റ് 1 അവിടെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ധാതുക്കൾ ലിസ്റ്റ് 2 നൽകിയിരിക്കുന്നു. ശരിയായ ജോഡികൾ കണ്ടെത്തുക. ലിസ്റ്റ് 1 മയൂർഭഞ്ച്, കോലാർ, റാണിഗഞ്ച്, മലഞ്ച്ഗഡ്. ലിസ്റ്റ് 2 അവിടെ ഏതാണോ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് കൽക്കരിയുണ്ട്, ചെമ്പുണ്ട്, സ്വർണ്ണമുണ്ട്, ഇരുമ്പുണ്ട്. ഏതാ ഇതിൻ്റെ ആൻസർ വരിക? 1 മയൂർഭഞ്ച്. മയൂർഭഞ്ച് ഏതാ വരുന്നത്? ഇരുമ്പാണ് അല്ലെ. ഇരുമ്പ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലമാണ് ഏത്? മയൂർഭഞ്ച്. കോലാർ നമുക്കറിയാം കർണാടകയിൽ സ്വർണ്ണമാണ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത്. പിന്നെ ഉള്ളത് റാണിഗഞ്ച് നമുക്കറിയാം കൽക്കരിയാണ്. മലഞ്ച്ഗഡ് ഏതാ? ചെമ്പാണ്. അപ്പോൾ മയൂർഭഞ്ചിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഏതാ? ഇരുമ്പാണ്. അപ്പോൾ ഇരുമ്പ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് മയൂർഭഞ്ചിൽ നിന്നാണ്, അല്ലെങ്കിൽ മയൂർഭഞ്ചിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഇരുമ്പാണ്. കോലാറിൽ നമുക്കറിയാം സ്വർണ്ണമാണ്. കോലാർ എന്തിന് പ്രസിദ്ധമായ സ്ഥലം? സ്വർണ്ണഖനികൾക്ക് പ്രസിദ്ധമായ സ്ഥലമാണ്. റാണിഗഞ്ച് കൽക്കരിയാണ്. റാണിഗഞ്ച് കൽക്കരി നമുക്കറിയാം. മലഞ്ച്ഗഡ് ചിലപ്പോൾ അറിയാത്തവരുണ്ടാവും. ഏതാ? ചെമ്പ് ഉൽപ്പാദനത്തിൽ പ്രസിദ്ധമായ സ്ഥലമാണ് ഏത്? മലഞ്ച്ഗഡ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഒരു ഓപ്ഷൻ സി ആണല്ലേ. 1D, 2C, 3A, 4B. ഇനി 142ാമത്തെ ചോദ്യം, തന്നിരിക്കുന്ന ലായനിയെ സംബന്ധിച്ച് പ്രസ്താവനയിൽ നിന്ന് ശരിയായ പ്രസ്താവന കണ്ടെത്താൻ വേണ്ടിയിട്ട് കേട്ടോ. ശരിയായ പ്രസ്താവന 1 ലീനത്തിൻ്റെ സ്വഭാവം
ലീനത്തിൻ്റെ സ്വഭാവം ലയത്വത്തെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ്. ലീനത്തിൻ്റെ സ്വഭാവം ലയത്വത്തെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ്. 2 പൂരിത ലായനി ഉണ്ടാകുന്നതിന് മുമ്പുള്ള അവസ്ഥയിൽ ലായനിയെ അതിപൂരിത ലായനി എന്ന് വിളിക്കുന്നു. പൂരിത ലായനി ഉണ്ടാകുന്നതിന് മുമ്പുള്ള അവസ്ഥയിൽ ലായനിയെ എന്ത് വിളിക്കുന്നുണ്ട്? അതിപൂരിത ലായനി എന്ന് വിളിക്കുന്നുണ്ട്. 3 ഒരു നിശ്ചിത താപനിലയിൽ പരമാവധി ലീനം ലയിച്ചു ചേർന്ന് കിട്ടുന്ന ലായനിയാണ് പൂരിത ലായനി. 4 എല്ലാ ലവണങ്ങളുടെയും ലയത്വം താപനില കൂടുമ്പോൾ കൂടുന്നു. ഇതിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിൽ ശരിയായ പ്രസ്താവന എന്ന് പറയുന്നത് 1 ലീനത്തിൻ്റെ സ്വഭാവം ലയത്വത്തെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ് എന്നുള്ളതും, അതുപോലെ ഒരു നിശ്ചിത താപനിലയിൽ പരമാവധി ലീനം ലയിച്ചു ചേർന്ന് കിട്ടുന്ന ലായനിയാണ് ഏത്? പൂരിത ലായനി. ഈ 2 പ്രസ്താവനകളാണ് എന്ത്? ശരിയായ പ്രസ്താവനകൾ. 1ഉം 3ഉം ആണ് എന്ത്? ശരിയായ പ്രസ്താവനകൾ. ഇനി 143ാമത്തെ ചോദ്യം, ആറ്റം മാതൃകയുമായി ബന്ധമുള്ള ഏതാനും ചില പ്രസ്താവനകൾ താഴെ തന്നിട്ടുണ്ട്. അതിൽ നിന്ന് ശരിയായ പ്രസ്താവനകൾ കണ്ടുപിടിക്കുക. 1 റൂദർഫോർഡിന്റെ സൗരയുധ മാതൃകയിൽ ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിന് ചുറ്റും സഞ്ചരിക്കുമ്പോൾ ഊർജം നഷ്ടമാവുകയും ക്രമേണ അത് ന്യൂക്ലിയസിൽ പതിക്കുകയും ചെയ്യുന്നു. 2 ബോർ മാതൃകയിൽ ഒരു നിശ്ചിത ഷെല്ലിൽ പ്രദക്ഷിണം ചെയ്യുന്നിടത്തോളം കാലം ഇലക്ട്രോണുകൾക്ക് ഊർജം കൂടുകയോ കുറയുകയോ ചെയ്യുന്നില്ല. 3 ബോർ മാതൃക പ്രകാരം ന്യൂക്ലിയസിൽ നിന്നുള്ള അകലം കൂടുന്തോറും ഷെല്ലുകളുടെ ഊർജം കൂടി വരുന്നു. 4 തോംസൺ മാതൃകയിൽ തണ്ണിമത്തന്റെ ഭക്ഷ്യയോഗ്യമായ ഭാഗത്തിലുടനീളം പോസിറ്റീവ് ചാർജും വിത്തുപോലെ ഇലക്ട്രോണുകളും വിതരണം ചെയ്യുന്ന ഒരു തണ്ണിമത്തനുമായിട്ട് ആറ്റത്തെ ഉപമിച്ചിരിക്കുന്നു. അപ്പോൾ ഇതിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്താം. 4 പ്രസ്താവനകളുള്ളത്. ഈ 4 എണ്ണത്തിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ ഇതിൽ ശരിയായ പ്രസ്താവന? 1 റൂദർഫോർഡിന്റെ സൗരയുധ മാതൃകയിൽ ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിന് ചുറ്റും സഞ്ചരിക്കുമ്പോൾ ഊർജം നഷ്ടമാവുകയും ക്രമേണ അത് ന്യൂക്ലിയസിൽ പതിക്കുകയും ചെയ്യുന്നു. ശരിയാണ്. 2ാമത്തെ പ്രസ്താവന, ബോർ മാതൃകയിൽ ഒരു നിശ്ചിത ഷെല്ലിൽ പ്രദക്ഷിണം ചെയ്യുന്നിടത്തോളം കാലം ഇലക്ട്രോണുകൾക്ക് ഊർജം കൂടുകയോ കുറയുകയോ ചെയ്യുന്നില്ല. ശരിയാണ്. ബോർ മാതൃക പ്രകാരം ന്യൂക്ലിയസിൽ നിന്നുള്ള അകലം കൂടുന്തോറും ഷെല്ലുകളുടെ ഊർജം കൂടി വരുന്നു. ശരിയാണ്. തോംസൺ മാതൃകയിൽ തണ്ണിമത്തന്റെ ഭക്ഷ്യയോഗ്യമായ ഭാഗത്തിലുടനീളം പോസിറ്റീവ് ചാർജും വിത്തുപോലെ കാണപ്പെടുന്നതിന് ഇലക്ട്രോണുകളുമായിട്ടും വിതരണം ചെയ്യുന്ന ഒരു തണ്ണിമത്തനുമായിട്ട് ആറ്റത്തെ ഉപമിച്ചിട്ടുണ്ട്. ആര്? ജെ തോംസൺ. അപ്പോൾ 4 പ്രസ്താവനകൾ എന്താണ്? ശരിയായ പ്രസ്താവനകൾ തന്നെയാണ്. 144ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ വലിയ നഗരങ്ങളിലെ വായു മലിനീകരണത്തിന് കാരണമാകുന്നത് ഏത് ലോഹത്തിന്റെ സാന്നിധ്യമാണ്? ഇന്ത്യയിലെ വലിയ നഗരങ്ങളിലെ വായു മലിനീകരണത്തിന് കാരണമാകുന്നത് ഏത് ലോഹത്തിന്റെ സാന്നിധ്യം? ഏതാ? ലെഡാണ്. ഓപ്ഷൻ എ ലെഡാണ്. 145 ചെറുനാരങ്ങയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? ചെറുനാരങ്ങയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് ഇത്? സിട്രിക് ആസിഡ്. 146 ക്രയോജനിക് ഡാഷിനെ കുറിച്ചുള്ള ഒരു പഠനമാണ്. ക്രയോജനിക്സ് എന്ന് പറയുന്നത് എന്തിനെ കുറിച്ചുള്ള പഠനമാണ്? എന്തിനാ? കുറഞ്ഞ ഊഷ്മാവിനെ കുറിച്ചുള്ള പഠനമാണ് ഇത്? ക്രയോജനിക്സ്. 147 വാളൻ പുളിയിൽ അടങ്ങിയിരിക്കുന്ന അമ്ലം അല്ലെങ്കിൽ ആസിഡ് ഏതാണ്? വാളൻ പുളിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാ? ടാർട്ടാറിക് ആസിഡ് ആണ് അല്ലെ? ടാർട്ടാറിക്. ഓപ്ഷൻ ഡി ടാർട്ടാറിക് ആസിഡ്. 148 അപ്പക്കാരം എന്ന വസ്തുവിന്റെ രാസനാമം എന്താണ്? അപ്പക്കാരത്തിന്റെ രാസനാമം എന്താ? സോഡിയം ബൈകാർബണേറ്റ് ആണ് അല്ലെ? അപ്പം തിന്നിട്ട് നമ്മൾ ബൈ പറയണം. അപ്പോൾ സോഡിയം ബൈകാർബണേറ്റ്. 149 വായുവിൽ പുകയുകയും ഇരുട്ടത്ത് മിനുങ്ങുകയും ചെയ്യുന്ന ഒരു മൂലകം ഏതാണ്? വായുവിൽ പുകയുകയും ഇരുട്ടത്ത് മിന്നുകയും ചെയ്യുന്ന ഒരു മൂലകം ഏതാ? മഞ്ഞ ഫോസ്ഫറസ് ആണ്. ഓപ്ഷൻ ഡി മഞ്ഞ ഫോസ്ഫറസ്. 150 തീപ്പെട്ടിയുടെ വശങ്ങളിൽ ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണ്? തീപ്പെട്ടിയുടെ വശങ്ങളിൽ ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാ? ചുവന്ന ഫോസ്ഫറസ് അല്ലെ? ഓപ്ഷൻ സി ചുവന്ന ഫോസ്ഫറസ്. 151 മിന്നൽ ഉണ്ടാകുന്നതിൻ്റെ ഫലമായിട്ട് മണ്ണിലെത്തിച്ചേരുന്ന ഒരു സസ്യ പോഷക മൂലകം ഏതാണ്? മിന്നലുണ്ടാകുന്നതിൻ്റെ ഫലമായിട്ട് മണ്ണിൽ എത്തിച്ചേരുന്ന ഒരു സസ്യ പോഷക മൂലകം ഏതാണ്? ഏതാ? നൈട്രജൻ ആണ്. ഓപ്ഷൻ സി നൈട്രജൻ. 152 മിന്നാമിനുങ്ങിൻ്റെ ശരീരത്തിൽ നിന്ന് പ്രകാശം പുറപ്പെടുവിക്കുന്നതിന് കാരണമായ രാസവസ്തു ഏതാണ്?
മിന്നാമിനുങ്ങിൻ്റെ ശരീരത്തിൽ നിന്ന് പ്രകാശം പുറപ്പെടുവിക്കുന്നതിന് കാരണമായ രാസവസ്തു ഏതാ? ലൂസിഫറിൻ ആണ്. ഓപ്ഷൻ ബി ലൂസിഫറിൻ. 153 രക്തത്തിൻ്റെ ഓക്സിജൻ വാഹകശേഷിയെ തടസ്സപ്പെടുത്തുന്ന മലിനീകാരി ഏതാണ്? രക്തത്തിൻ്റെ ഓക്സിജൻ വാഹകശേഷിയെ തടസ്സപ്പെടുത്തുന്ന മലിനീകാരി ഏതാണ്? ഏതാ? കാർബൺ മോണോക്സൈഡ് ആണ്. കാർബൺ മോണോക്സൈഡ്. 154 കടൽ ജലത്തിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന ലവണം ഏതാണ്? കടൽ ജലത്തിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന ലവണം ഏതാ? സോഡിയം ക്ലോറൈഡ് ആണ് കേട്ടോ. സോഡിയം ക്ലോറൈഡ്. 155 രണ്ട് കാന്തങ്ങളുടെ സജാതീയ ധ്രുവങ്ങൾ അടുത്തു വരത്തക്ക വിധം വെച്ചാൽ എന്ത് മാറ്റമാണ് സംഭവിക്കുക? അതായത് രണ്ട് കാന്തങ്ങളുടെ സജാതീയ ധ്രുവങ്ങൾ അടുത്ത വശത്ത് വെച്ച് കഴിഞ്ഞാൽ എന്താ പറ്റുക? എന്താവുക? വികർഷിക്കും അല്ലെ? വികർഷിക്കുകയാണ് ചെയ്യുന്നത്. സജാതീയം വികർഷിക്കും. 156 ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന ലോഹം ഏതാ? ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന ലോഹം ഏതാ? അലൂമിനിയം അല്ലേ? ലോഹം ഏതാ? അലൂമിനിയം. 157 ബോഡോ മിശ്രിതം എന്നത് എന്താ? ബോഡോ മിശ്രിതം എന്താ? ബോഡോ മിശ്രിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കുമിൾ നാശിനിക്ക് ഉദാഹരണമാണ്. ഇത് ബോഡോ മിശ്രിതം. 158 അലൂമിനിയം ലോഹം നീരാവിയുമായിട്ട് പ്രതിപ്രവർത്തിക്കുമ്പോൾ ലഭിക്കുന്ന ഉൽപ്പന്നങ്ങൾ എന്തൊക്കെയാണ്? അലൂമിനിയം ലോഹം നീരാവിയുമായിട്ട് പ്രതിപ്രവർത്തിക്കുമ്പോൾ ലഭിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഏതൊക്കെയാണ്? അലൂമിനിയവും ഹൈഡ്രജനുമാണ്. അലൂമിനിയവും ഹൈഡ്രജനും. 159 താഴെ പറയുന്നവയിൽ ഏത് സാഹചര്യത്തിലാണ് വാതകങ്ങൾ ചാൾസിൻ്റെ നിയമം അനുസരിക്കുന്നത്? താഴെ പറയുന്നവയിൽ ഏത് സാഹചര്യത്തിലാണ് വാതകങ്ങൾ ചാൾസിൻ്റെ നിയമം അനുസരിക്കുന്നത്? ഏതാ? താഴ്ന്ന മർദ്ദവും ഉയർന്ന താപനിലയും. താഴ്ന്ന മർദ്ദവും ഉയർന്ന താപനിലയും. ഇനി 160 ചോദ്യം. താഴെ പറയുന്ന സ്പീഷീസിൽ ഏതാണ് ലൂയിസ് ആസിഡായിട്ട് പ്രതിപ്രവർത്തിക്കുന്നത്? താഴെ പറയുന്നതിൽ ഏതാണ് ലൂയിസ് ആസിഡായിട്ട് പ്രവർത്തിക്കുന്നത്? ഏതാ? ഇതിൻ്റെ ആൻസർ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. ഏതാണ് ലൂയിസ് ആസിഡായിട്ട് പ്രവർത്തിക്കുന്നത് എന്നുള്ളതിൻ്റെ ആൻസർ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. ഇത് PYQ ആണ്. PSC ലാസ്റ്റ് ഏതോ ഒരു എക്സാമിൽ ചോദിക്കുകയും ചെയ്ത ക്വസ്റ്റ്യൻ ആണ്.